السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. അഭിവന്ദ്യരായ ഉസ്താദുമാരെ, എനിക്ക് മുമ്പ് ഈ സദസ്സിനെ സംബോധന ചെയ്ത അഭിവന്ദ്യനായ സുഹൃത്ത് ഡോക്ടർ സുബൈർ ഹുദവി ചേകനൂർ അവറുകളെ, ബഹുമാന്യനായ ദാരിമി ഉസ്താദ് അവറുകളെ, ഈ സദസ്സിനെ ധന്യമാക്കി ഇവിടെ ഇരിക്കുന്ന ആദരണീയരായ കാരണവന്മാരെ, രക്ഷിതാക്കളെ, ബഹുമാന്യരായ ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നിങ്ങൾ കുറേ നേരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? ഇരുന്ന് മടുത്തോ? ഒന്ന് കയ്യും കാലോ ഇളക്കണോ? ഒന്ന് മാറിയിരിക്കണോ? അങ്ങനെ എന്തെങ്കിലും ചെയ്യണോ? ഒറ്റ ഇരിപ്പിരുന്ന് കുഴങ്ങിയിരിക്കണോ? എനിക്ക് തോന്നുന്നതേ, നമ്മൾ ആരോഗ്യശാസ്ത്രപരമായിട്ട് 3/4 മണിക്കൂറിലധികം ഒരേ സീറ്റിൽ ഇരിക്കരുത് എന്നാണ്. ഒന്ന് ശരീരത്തിന് ഇളക്കം കൊടുത്തില്ലെങ്കിൽ ചോരയോട്ടം നിലച്ചു പോകും, മന്ദീഭവിച്ചു പോകും. ചോരയോട്ടം മന്ദീഭവിച്ചാൽ തലച്ചോറിലേക്ക് ഓക്സിജൻ വേണ്ട അളവിൽ കിട്ടാതെ പോകും. കിട്ടാതെ പോയാൽ നമുക്ക് ഭരണകാര്യങ്ങൾ വേണ്ടത്ര ഗ്രഹിക്കാൻ പറ്റാതെ മടുപ്പ് തോന്നി തുടങ്ങും. അപ്പോൾ അതില്ലാതാവാൻ, ചോര ഒന്ന് ഓടാൻ, ഇത് പെണ്ണുങ്ങൾക്കും ബാധകാണ് കേട്ടോ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുന്നത്. ആണുങ്ങൾ ഇവിടെ പ്രായമുള്ളവർ വരെ നിന്നിട്ടുണ്ട്, സ്ത്രീകളെ ഞാൻ കാണുന്നില്ല. അവർ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ആശ്വാസം പോലെ ഇരിക്കുന്നത് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നന്നായി ഉൾക്കൊള്ളാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ടാണ്. വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്, അവരെ ഞാൻ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത് അദബുകേടാണെന്ന് അറിയാഞ്ഞിട്ടില്ല. ഞാൻ നിർത്തിയിട്ടില്ല, ഞാൻ ആരോട് നിൽക്കാനും പറഞ്ഞിട്ടില്ല. നിങ്ങൾ സ്വയം നിന്നതാണ്, അൽഹംദുലില്ലാ. അത് ഈ മഹലിന്റെ ഒരു നല്ല ലക്ഷണമായിട്ട് കണക്കാക്കുന്നു. നല്ല രസകരമായ ഒരു ക്രമത്തിലാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അരങ്ങേറിയിട്ടുള്ളത്. ആദ്യം നാട് നന്നാവുന്നതുമായി ബന്ധപ്പെട്ട്, പിന്നെ നാട്ടിലെ മക്കൾ നന്നാവുന്നതുമായി ബന്ധപ്പെട്ട്, അവസാനം നമ്മൾ നന്നാവുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയാണ് ഇനി വരാൻ പോകുന്നത്. അഥവാ കുടുംബം, ഭാര്യയും ഭർത്താവും. സാധാരണ പറയാറുണ്ട്, കുടുംബം, ഫാമിലി എന്ന് പറയുന്നത് ബാക്ക് ബോൺ ഓഫ് സൊസൈറ്റി എന്നാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിന്റെ നട്ടെല്ലാണ് കുടുംബം. നട്ടെല്ല് നന്നായാലാണ് സമൂഹം നന്നാവുക. അപ്പോൾ വ്യക്തികൾ നന്നാകുമ്പോൾ, കുടുംബം നന്നാകുമ്പോൾ, മക്കൾ നന്നാവുമ്പോൾ നാട് നന്നാകുന്നു, അങ്ങനെ ലോകം നന്നാകുന്നു. അതാണ് അതിന്റെ ക്രമം. ഏതായാലും നല്ല വിധത്തിൽ നമ്മുടെ കുടുംബത്തെ നയിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഇതുവരെ ആദരണീയനായ സുബൈർ ഹുദവി അവറുകൾ നിങ്ങളോട് സംസാരിച്ചത് മക്കളുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു, പാരന്റിംഗ് ആയിരുന്നു. മക്കളെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതായിരുന്നു. മക്കളെ നന്നാക്കുന്ന കാര്യത്തിൽ പോലും ഭാര്യ ഭർത്താക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്താണെന്നറിയോ? നിങ്ങൾ ഭാര്യയും ഭർത്താവും നന്നായി സ്നേഹിച്ച്, പരസ്പരം ആദരിച്ച്, സഹകരിച്ച് കുടുംബത്തിനകത്ത് ജീവിക്കുകയാണെങ്കിൽ മക്കളെ നന്നാക്കാൻ പിന്നെ നിങ്ങളൊന്നും ചെയ്യണ്ട, മക്കൾ താനെ നന്നായിക്കൊള്ളുന്ന പറഞ്ഞത്. അത്രയും മാതൃകാപരമായി ഭാര്യ ഭർത്താക്കന്മാർ അഥവാ ഉപ്പയും ഉമ്മയും ജീവിച്ചാൽ എന്ന്. കാരണം ഫാമിലി എന്ന വാക്ക്, അതിനൊരു രസകരമായ നിർവചനം പറയപ്പെട്ടിട്ടുണ്ട്. ഫാമിലി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെല്ലിംഗ് FAMILY. ഫാമിലി. എഫ് എന്ന് പറഞ്ഞാൽ ഫാദർ, ബാപ്പ. എം എന്ന് പറഞ്ഞാൽ മദർ, ഉമ്മ. അതിന്റെ ഇടയിൽ എ എന്ന് പറഞ്ഞാൽ ആൻഡ്. അപ്പോ ഫാദർ ആൻഡ് മദർ, ബാപ്പ, ഉമ്മ. അത്രയായിട്ടോ. ഇനി ഐ എന്ന് പറഞ്ഞാൽ ഞാൻ. ബാപ്പ ഉമ്മ എന്ന് വിളിക്കണം ഞാൻ ആരായിരിക്കും? മോന് അല്ലെങ്കിൽ മോള്. അപ്പൊ ഞാൻ. എൽ എന്ന് പറഞ്ഞാൽ ലവ്, സ്നേഹം, സ്നേഹിക്കുന്നു. അപ്പോ ലവ് നൈ. വൈ എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിങ്ങൾ. അപ്പോ മൊത്തം വായിക്കുമ്പോ എന്തായി? ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. ബാപ്പ, ഉമ്മ, നിങ്ങൾ രണ്ടാളെയും ഞാൻ പെരുത്ത് സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് മകന് അല്ലെങ്കിൽ മകൾക്ക് തുറന്നു പറയാൻ വീടിനകത്ത് എപ്പോഴാണോ സൗകര്യം ഒരുങ്ങുന്നത് അപ്പോഴാണ് കുടുംബം സന്തുഷ്ടമാകുന്നത് എന്നാണ്.
ബാപ്പാനെയും ഇമ്മാനെയും വിളിച്ചിട്ട് മക്കൾക്ക് എന്റെ അമ്മ എന്റെ അപ്പ എനിക്ക് എന്തോ ഒരു ഇഷ്ടമാണ് നിങ്ങളോട് എന്നറിയോ എന്നിങ്ങനെ അരക്ക് പിടിച്ചിട്ട് പറയുന്ന ഒരു തരം തുറന്ന ബന്ധം വീടിനകത്ത് സുസ്ഥാപിതമാകുമ്പോഴാണ് കുടുംബം യഥാർത്ഥത്തിൽ കുടുംബം എന്ന പേരിൽ സന്തോഷിക്കുന്നുള്ളൂ, അവർ പരസ്പരം സന്തുഷ്ടരാകുന്നുള്ളൂ. അതിന് എന്തൊക്കെയാണ് പോംവഴികളെന്നാണ്. അസ്സലാമു അലൈക്കും. നിസ്കാരം നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ആരുടെയും നിസ്കാരം ഖളാ ആവാത്ത രീതിയിൽ ക്ലാസ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിന് വേണ്ടി എണീറ്റാൽ മതി എന്ന് ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീണ്ടും വീണ്ടും കാണുമ്പോൾ സലാം പറയൽ സുന്നത്താണ്. നിങ്ങൾ പരസ്പരം ഇഷ്ടമുള്ളവരാവാൻ ഞാൻ നിങ്ങൾക്കൊരു മന്ത്രം പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഹാബിനോട് ചോദിച്ചപ്പോൾ ബലായാ റസൂലല്ലാ, പറഞ്ഞു തന്നാലും റസൂലേ എന്നവർ മറുപടി പറയുകയുണ്ടായി. അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ, അത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നവരാകും. ഓ, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയണം പുണ്യപ്രവാചകരെ. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ പ്രചരിപ്പിക്കുക. ഇത് കുടുംബത്തിനകത്തേക്ക് കൂടി ബാധകമായ കാര്യമാണ്. സന്ദർഭം കിട്ടിയപ്പോൾ ഇങ്ങനെ പറയുന്നു എന്ന് മാത്രം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മക്കളോടും മക്കൾ വാപ്പാമ്മനോടും ഒക്കെ പറയണം. സലാം വീട്ടിൽ പ്രചരിക്കണം, നാട്ടിലും പ്രചരിക്കണം. അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക. അവസരം കിട്ടുമ്പോഴൊക്കെ സലാം പറയുക. എത്രത്തോളം എന്നറിയുമോ? രണ്ടാളുകൾ കൂട്ടുകാർ കണ്ടുമുട്ടി സലാം പറഞ്ഞ് അവർ ഒരുമിച്ച് നടന്നു പോകുമ്പോൾ അവർക്കിടയിൽ മരം മറയായി വന്നു. ഒരാൾ തെങ്ങിന്റെ ഇപ്പുറത്തൂടെ, മറ്റാൾ തെങ്ങിന്റെ അപ്പുറത്തൂടെ. വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അപ്പോഴും സലാം പറയണം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രത്തോളം വ്യാപിപ്പിക്കണം സലാമിനെ, പ്രചരിപ്പിക്കണം, പരത്തണം സലാമിനെ. അങ്ങനെ നിങ്ങൾ പരസ്പരം സലാം കൊണ്ട് പ്രാർത്ഥിക്കുന്നവരായാൽ, ഭാര്യ ഭർത്താവിനോട് സലാം പറയുമ്പോൾ എന്താ പറയണത്? പടച്ചോ നിങ്ങളെ കാക്കട്ടോ. ഉമ്മ മക്കളോട്, മക്കൾ ഉമ്മയോട് എന്താ പറയണത്? പടച്ചോ നിങ്ങളെ കാക്കട്ടോ എന്ന് പറയുന്നത് ഉള്ളും തട്ടിയുള്ള പ്രാർത്ഥനയാണ്. അങ്ങനെ നിങ്ങൾ പരസ്പരം പറയുമ്പോൾ, അത് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ അതിലൊന്നെങ്കിലും അള്ളാഹു സ്വീകരിച്ചാലോ വലിയ ഖൈറായ കാര്യമാണ്. പ്രത്യേകിച്ച്
മക്കളൊക്കെ നമുക്ക് വേണ്ടി കൊച്ചു കുഞ്ഞുങ്ങൾ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി സലാം പറയാന്ന് പറഞ്ഞാൽ അത് വലിയൊരു കിട്ടലാണ്. നിഷ്കളങ്കരായ മനസ്സുമായിട്ട് അവർ പറയുന്ന സലാം അള്ളാഹു കേൾക്കുമെന്നാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തെരുവിലൂടെ നടന്നു പോകുമ്പോൾ കൊച്ചുമക്കളെ കാണുമ്പോൾ അവരുടെ തലയിൽ കൈവച്ച് പറയാറുണ്ടായിരുന്നു, മക്കളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണട്ടോ, നിങ്ങൾ കുട്ടികളുടെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുമെന്ന് മുഹമ്മദുർ റസൂൽ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് സ്വന്തം മക്കളാവുമ്പോഴോ അതിലേറെ ഫലപ്രദമാകും. അതുകൊണ്ട് മക്കളൊക്കെ മദ്രസയിലേക്ക് പോകുമ്പോൾ സലാം പറയൽ നമ്മൾ ശീലിപ്പിക്കണം. അത് കേൾക്കാൻ നമ്മൾ താല്പര്യം കാണിക്കണം. ഗൗരവത്തിലെടുത്തതിന് വലിയ മട്ടത്തിൽ മറുപടി പറയണം. അത് സംഭവമാണെന്ന് അവർക്കും തോന്നണം. നമ്മളും ഒരു സംഭവമായി അതിനെ സ്വീകരിക്കണം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും ഒക്കെ സലാം പറഞ്ഞ് ഇസ്ലാമികമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അത് നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം രൂഢമൂലമാകാൻ കാരണമാകുമെന്ന് മന്ത്രമായി നമ്മെ പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോ ബാപ്പാനോടും ഉമ്മാനോടൊക്കെ മക്കള് വന്നിട്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം വീടിനകത്ത് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മളെല്ലാവരും ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ്, ആണിന്റെയും പെണ്ണിന്റെയും താല്പര്യമാണ് എനിക്ക് നല്ല ഒരു ഇണയുണ്ടാകണം എന്ന്. ചായ വിതരണം എന്റെ സംസാരത്തിന് തടസ്സമല്ലല്ലോ? ഞാൻ പറഞ്ഞോട്ടെ, ചായന്റെ രസം പോവില്ലല്ലോ? ഇല്ല, എന്നാ ചായ വിതരണക്കാർ അവിടെ ചെയ്തോട്ടെ. നമ്മളെ അടുത്തേക്ക് എത്തുമ്പോൾ ഇത് ഓരോരുത്തരും ഇങ്ങനെ കാത്തിക്കണേ, എപ്പോഴപ്പോൾ എന്റെ അടുത്തേക്ക് എത്തിച്ചിട്ട് അത് എത്തിക്കോളൂ. എല്ലാവർക്കും കൊടുക്കു വരും ഇൻഷാ അല്ലാഹ്. ഇവിടെ ശ്രദ്ധിക്കട്ടോ, എല്ലാവരുടെയും ജീവിതത്തിലെ വലിയ താല്പര്യമാണ് എന്റെ ഇണ മനസ്സിനിണങ്ങിയ ഒരു ഇണയാവണം. ഇത് കെട്ടാനുള്ളവർക്കുള്ള ആഗ്രഹം അതാണ്, കെട്ടിയവർക്കുള്ള ആഗ്രഹം അതാണ്. നല്ല ഉഷാറായിരുന്നെങ്കിൽ, നന്നായി അനുസരിച്ചിരുന്നെങ്കിൽ, പറഞ്ഞതൊക്കെ സാധിപ്പിച്ചു തന്നിരുന്നെങ്കിൽ, നന്നായി ഒന്ന് പെരുമാറിയിരുന്നെങ്കിൽ, ഒന്ന് ദേഷ്യപ്പെടാതിരുന്നെങ്കിൽ, ശല്യം ചെയ്യാതിരുന്നെങ്കിൽ, ഇങ്ങനെ പല ആവശ്യങ്ങളും പലർക്കും ഉണ്ടാവാറുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെ കുറിച്ച് പറയല്ല, പൊതുവിൽ സമൂഹത്തിലുള്ള ആവശ്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. തന്റെ ഇണ ഏറ്റവും നല്ല ഒരു ഇണയാവാൻ ഒരു സൂത്രമുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, തന്റെ ഇണ കെട്ടാനുള്ളവരോടും പറയാണ്, കെട്ടിയവരോടും പറയാണ്, തന്റെ ഇണ ഏറ്റവും നല്ല ഒരു ഇണയാവാൻ ഒരു സൂത്രമുണ്ട്. അതെന്താണെന്നറിയോ? താൻ നല്ല ഒരു ഇണയായാൽ മതി. നമ്മളാദ്യം നല്ല ഒരു ഇണയാവുക, എന്നാ പിന്നെ ഒരു നല്ല ഇണയാകും. സാധാരണ മറ്റോലെ കുഴപ്പം നിങ്ങളിപ്പോ ഇങ്ങനെ കുറെ വേദനയിടൊന്നും കാര്യമില്ല, എനിക്കുണ്ട് ഒരു കെട്ടിയോളൂ, ഓളെ കഥ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഓളെ സ്വഭാവമൊക്കെ കണ്ട ഒരു സൈക്കോളജി അവിടെ വിജയിക്കൂല, ആ ജാതിയാണ് സാധനം എന്ന് ആണിന് പെണ്ണിനെ പറ്റിയും പെണ്ണിന് ആണിനെ പറ്റിയും പറയാണ്ടായിക്കൂടായില്ല. പക്ഷെ നമ്മൾ മറ്റുള്ളവരുടെ പോരായ്മ തിരിച്ചറിയുന്നതിന് മുമ്പ് അവനവന്റെ പോരായ്മ തിരിച്ചറിയാം. മാറ്റങ്ങളൊക്കെ തുടങ്ങേണ്ടത് അവനവനിൽ നിന്നാണ്. നമ്മൾ ഇന്നത്തെ മുഴുവൻ ചർച്ച എന്തായിരുന്നു? മഹല്ല്, മക്കള്, മാതാപിതാക്കള്. അത് ഇവിടുന്ന് അങ്ങോട്ട് പോട്ടെ. ഇനി എങ്ങനെയാണ്? ആദ്യം ഞാൻ നന്നാവുക, പിന്നെ എന്റെ ഭാര്യ നന്നാവുക, അല്ലെങ്കിൽ ഭർത്താവ് നന്നാവുക, അതിനെ തുടർന്ന് മക്കൾ നന്നാവുക. അത് ഈ ഭാര്യയും ഭർത്താവും മക്കളും കൂടി തന്നെയാണ് മഹല്ല്. അപ്പൊ എല്ലാവരും നന്നാവുക. മഹാനായ വഹബ് ഇബ്നു മുനബ്ബിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലുണ്ട്, ബനു ഇസ്രായേലിക്കാരനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിച്ചു, സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ, നമ്മളെ ഭാഷ പറഞ്ഞ മഹല്ല് നന്നാവാൻ, നാട് നന്നാവാൻ ആഗ്രഹിച്ചു. അതിനുവേണ്ടി അദ്ദേഹം അള്ളാഹുവിനോട് ഒരു പ്രത്യേകമായ ടെക്നിക്ക് ഉപയോഗിച്ച് ദുആ ചെയ്തു. അള്ളാഹുവേ, ജനങ്ങളെ പഴപ്പിക്കുന്നത് പിശാചാണ്, ചെകുത്താനാണ്. അങ്ങനെയാണെങ്കിൽ ചെകുത്താൻ എങ്ങനെയാണ് ജനങ്ങളെ പഴപ്പിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായാൽ, ആ ടെക്നിക്ക് മനസ്സിലായാൽ പിന്നെ അതിനെതിരെ പ്രതിവിധി കാണാൻ എനിക്ക് എളുപ്പമാവുമല്ലോ. അതുകൊണ്ട് ജനങ്ങളെ നന്നാക്കാൻ ഈ സൂത്രം, പിശാച് എങ്ങനെ ജനങ്ങളെ പഴപ്പിക്കണു, അതൊന്നും എന്നെ പഠിപ്പിച്ചു തരുമോ? ഇതാണ് ഇയാളുടെ ദുആ. പക്ഷെ ദുആക്ക് ഉത്തരം കിട്ടിയില്ല. അവസാനം അയാൾ ഒരു കടന്ന കൈ ചെയ്തു. ഇനി ഇതിന് ദുആക്ക് ഉത്തരം കിട്ടിയിട്ടേ അടങ്ങൂ എന്ന് കരുതി അയാൾ എല്ലാ ദിവസവും നോമ്പ് നോക്കാൻ തുടങ്ങി. എത്ര നോറ്റെന്നറിയോ? 70 കൊല്ലം നോമ്പ് നോറ്റു. 70 കൊല്ലം നോമ്പ് നോറ്റത് എന്തിനാണ്? ജനങ്ങളെ നന്മയിലേക്ക് കൊണ്ടുവരാൻ, അവരെ തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന പിശാചിന്റെ ദുർവൃത്തി, പിശാചിന്റെ കെണി അതെന്താണെന്ന് തിരിച്ചറിയുക. അതിനാണ് 70 വർഷത്തെ നോമ്പ്. അങ്ങനെ നോമ്പ് നോറ്റപ്പോഴും അയാൾക്ക് ഉത്തരം കിട്ടിയില്ല. 70 വർഷമൊക്കെ നോമ്പ് നോറ്റ് കഴിഞ്ഞപ്പോ അയാൾക്കൊരു തോന്നലുണ്ടായി, അല്ലെങ്കിലും ഞാനിപ്പത് എന്താ ഈ ചെയ്തത്? നാട്ടുകാർ മുഴുവൻ നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ നോമ്പ് നോറ്റും, ഈ പണി ഞാൻ നന്നാവാൻ വേണ്ടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊരു തോന്നൽ. അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, എന്താപ്പം ഞാനീ ചെയ്തത്? ലവിത്തലഅ്തു അലാ ഖതിഅതി ബൈനി വബൈന റബ്ബി ലകാന ഖൈറൻ ലീ മിൻ ഹാദൽ അംരി അല്ലദീ തലബ്തു.
നാട്ടുകാർ നന്നാവാൻ വേണ്ടി ഞാൻ ഈ ചെയ്ത പണിയേക്കാൾ എനിക്ക് പറ്റിപ്പോയ തെറ്റ്, എന്റെ നാഥന്റെയും എന്റെ ഇടയിലും എനിക്ക് സംഭവിച്ച തെറ്റ്, അതൊന്ന് നന്നാക്കാൻ ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ, ഞാനൊന്ന് നന്നായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അയാൾ ഒരു വേള പറഞ്ഞുപോയി. ആ സ്പോട്ടിൽ, ആ മൊമെന്റിൽ അള്ളാഹു ആളെ ഇറക്കി, മലക്കിനെ ഇറക്കി. മലക്ക് വന്നിട്ട് പറഞ്ഞു, 70 വർഷത്തെ ആ നോമ്പിനേക്കാൾ അള്ളാഹുവിന് പ്രിയതരമായത്, ഇഷ്ടമായത് നിന്റെ ഈ ഒരു വാക്കാണ്, ഞാനൊന്നു നന്നായിരുന്നെങ്കിൽ. ആ ഒരു വാക്കിനെ മാനിച്ച് അള്ളാഹു 70 വർഷത്തെ നോമ്പിനെ മാനിച്ചല്ല, ഈ ഒരു വാക്കിനെ മാനിച്ച്, ഞാനൊന്ന് നന്നായിരുന്നെങ്കിൽ എന്ന വാക്കിനെ മാനിച്ച് അള്ളാഹു നിനക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അതുകൊണ്ട് വഖദ് ഫതഹല്ലാഹു ബസറക്, നിന്റെ കണ്ണിന് അള്ളാഹു ദിവ്യമായ ശ്രേഷ്ഠമായ ശക്തി തന്നിരിക്കുന്നു. നീ കണ്ണു തുറന്ന് കാണും. എങ്ങനെയാണ് പിശാച് ജനങ്ങളെ പഴപ്പിക്കുന്നത് നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങേരം അദ്ദേഹം നോക്കിയത്രേ. നോക്കിയപ്പോ ഓരോ മനുഷ്യന്റെയും കൂടെ ഈച്ച പൊതിഞ്ഞ മാതിരി ആയിരക്കണക്കിന് പിശാചുക്കൾ. പിശാച് ഒന്നൊന്നല്ലുള്ളത്, ശയാത്തീൻ. ശൈത്താനല്ല, ശയാത്തീൻ ജമ്മാണ്, പ്ലൂരലാണ്, ബഹുവചനാണ്. അനേകായിരമുണ്ട് ശയാത്തീൻ. ഓരോരോ വലിയ നേതാവ് ഇബ്ലീസ് വേറെണ്ടെന്ന് മാത്രം. ഓരോരുത്തരുടെയും ചുറ്റിലും കൂടിയിരിക്കുക ഈച്ച പൊതിഞ്ഞ പോലെ, എല്ലാവരെയും മയക്കാൻ, വശീകരിക്കാൻ, തിന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. ഈ അത്ഭുതപ്പെട്ട് ഈ മനുഷ്യൻ ചോദിച്ചു, അല്ലാ, ഇത്ര കണ്ട ആൾക്കാർ ഒരു മനുഷ്യനെ പഴപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആർക്കാ പതിന്ന് രക്ഷപ്പെടാൻ പറ്റുക? ആർക്കും രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. ആർക്കാ രക്ഷപ്പെടാൻ പറ്റുക? മലക്കുടനെ മറുപടി പറഞ്ഞു, പറ്റും, രക്ഷപ്പെടാൻ പറ്റും. ആർക്കെന്നറിയോ? അൽ വരിഉ അല്ലയ്യിനു, ജാഗ്രത പുലർത്തുന്ന, മൃദുലമായി പെരുമാറുന്ന ആളുകൾക്ക് പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ഇത് കുടുംബ സദസ്സിൽ വല്ലാതെ പ്രാധാന്യമുള്ള 2 വാക്കാണ്. കുടുംബത്തിനകത്ത് ആവശ്യമുള്ള 2 വാക്കാണ്. അൽ വരിഉ അല്ലയ്യിൻ, കുടുംബത്തില് വരിഉ, സൂക്ഷ്മത എന്ന് സാധാരണ ഉസ്താദുമാർ പറയും. ജാഗ്രത, അതെന്തിനാണെന്നറിയോ? ശ്രദ്ധയോടെ പെരുമാറണം. മിക്കവാറും വീട്ടിനകത്തെ കുഴപ്പങ്ങൾക്ക് കാരണം അശ്രദ്ധയാണെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോകും. 2 കാമുകന്മാരാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടാളും ഭയങ്കര ശ്രദ്ധാലുക്കളായിരിക്കും. എന്തേപ്പോ ഓക്ക് വേണ്ടതെന്നാവും, എന്തേപ്പോ മൂപ്പർക്ക് വേണ്ടതെന്നാവും. ഫോൺ വിളിയിലും മറ്റൊക്കെ അതിന് വലിയ ശ്രദ്ധയായിരിക്കും. പക്ഷേ കെട്ടിയോളായാല് നമ്മളെ സ്വന്തം ആളായല്ലോ, പിന്നെ ശ്രദ്ധയൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ മതി എന്നുള്ളൊരു കോലത്തിലായി മാറും. മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അൽ ഗഫ്ലതു അശ്രദ്ധ, അൽ ഗഫ്ലതു അശ്രദ്ധ മംബഉൽ ലികുല്ലി ശഖാവ, സകല പരാജയത്തിന്റെയും പ്രഭവ കേന്ദ്രം അശ്രദ്ധയാകുന്നു. എന്നാൽ വിജയമോ? വൽ യഖ്ലതു മിഫ്താഹുൽ ലികുല്ലി സആദ, സകല വിജയത്തിന്റെയും താക്കോൽ അത് ശ്രദ്ധയാകുന്നു, ഉണർച്ചയാകുന്നു, ജാഗ്രതയാകുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമുക്ക് നല്ല ശ്രദ്ധ വേണം. കാമുകന്മാർ പരസ്പരം പരിലാളിക്കുന്ന പോലെ, പരസ്പരം പരിഗണിക്കുന്ന പോലെ, പരസ്പരം ശ്രദ്ധയോടെ പെരുമാറുന്ന പോലെ അതിലുപരി ബന്ധം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വേണം. ഒക്കെ അവനാന്റെ ആയ പിന്നെ ശ്രദ്ധ ഇല്ലാതാവുന്നൊരവസ്ഥ ഉണ്ട്. കിട്ടുവോളം ഭയങ്കര പുതിയക്കാരൻ, കിട്ടിയാൽ പിന്നെ അങ്ങനെ അത് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് ഈയിടെ മനഃശാസ്ത്രന്മാർക്കിടയിൽ വലിയ ചർച്ച നടന്നിട്ടുണ്ട്. അശ്രദ്ധ കടന്നുകൂടുന്നു കുടുംബ ബന്ധത്തിനിടയിൽ. അതുകൊണ്ട് അപ്പൊ നമ്മൾ പറയണെന്താ, എന്റെ പെണ്ണുങ്ങളെ അതിനൊന്നും പറ്റൂല, അല്ലെങ്കിൽ എന്റെ പുതിയാപ്പിള്ള അതിനൊന്നും പറ്റൂല എന്ന് പറയുന്ന പരാമർശം നിർത്തിയിട്ട് എന്നെ അതിന് പറ്റുമോ എന്ന് ആലോചിച്ചു തുടങ്ങുക. തന്റെ ഇണ ഏറ്റവും നല്ല ഇണയാവണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഭൂതക്കണ്ണടയും വെച്ചിറങ്ങുന്ന ആളുകളെ ഉപദേശിക്കുന്നുണ്ട്. പെണ്ണ് കാണാനൊക്കെ പോകുന്ന പയ്യന്മാര്, പെണ്ണിന് അങ്ങനെ ഗുണമുണ്ടാവണം, ഇങ്ങനെ ഗുണമുണ്ടാവണം, അവളെ മൂക്കിന് ഇത്ര നീട്ടം വേണം, അവളെ മുടി അത്ര നീട്ടം വേണം, അവളെ മുഖത്തിന്റെ രൂപം എങ്ങനെ ആവണം, നിറം അങ്ങനെ ആവണം, സംസാരത്തിന്റെ ട്യൂണ് ഇങ്ങനെ ആവണം, പാട്ടുപാടാൻ പറ്റണം, ഡാൻസ് ചെയ്യാൻ പറ്റണം. എന്തൊക്കെയാ അപ്പത്തെ ചെക്കന്മാരെ ഡിമാൻഡ് എന്നറിയോ? ഇങ്ങനെ എന്തൊക്കെ ഗുണങ്ങളുണ്ട് എന്ന് നോക്കി മുഖത്ത് കണ്ണട എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. അങ്ങനെയുള്ള ആൾക്കാരോട് കുഞ്ഞുണ്ണിമാശ് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന സാധനം എന്താ? കണ്ണാടിയാണ്. അപ്പോ തന്റെ ഇണയുടെ ഗുണങ്ങൾ അറിയാൻ കണ്ണട വെക്കും മുമ്പ് നീ ഒരു കണ്ണാടിയിൽ നോക്ക്. ഓൾ ഇത്രത്തോളം വേണമെന്ന് പറഞ്ഞ മുമ്പ് നീ ഒട്ടോരുണ്ടോന്ന് നോക്ക്, കണ്ണാടിയിൽ നോക്ക്. എന്നിട്ട് മതി ഓളം, അല്ലെങ്കിൽ തിരിച്ചുട്ടോ. ഞാൻ മുമ്പിൽ ഇരിക്കുന്ന ആണുങ്ങളായതുകൊണ്ട് അങ്ങനെ പറയാം. അപ്പൊ കണ്ണട മാത്രം പോരാ, കണ്ണാടിയും വേണം. നമ്മൾ കണ്ണാടിയിൽ നിന്ന് ആരംഭിക്കണം. ഞാൻ ഒട്ടുണ്ടോ? ഭർത്താവ് എന്ന നിലയ്ക്ക് ഞാൻ എത്രത്തോളം വിജയകരമാണ്? സ്നേഹം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഞാൻ എത്രത്തോളം വിജയകരമാണ്? അവരെ പരിഗണിക്കുന്ന കാര്യത്തിൽ, പരിചരിക്കുന്ന കാര്യത്തിൽ, ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ, എല്ലാത്തിലും ഞാൻ എത്രത്തോളം മികവുറ്റയാളാണ് എന്നിടത്ത് നിന്ന് ചർച്ച തുടങ്ങാൻ പറ്റിയാൽ ഗംഭീരമായിട്ട് കുടുംബത്തിൽ മാറ്റമുണ്ടാകും, തീർച്ച. അതില്ലെങ്കിലോ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, സ്വയം മാറാൻ ഒരുക്കമല്ലാത്ത ഒരുത്തനെയും അല്ലാഹ് മാറ്റില്ല, ഒരു ഉമ്മത്തിനെയും അല്ലാഹ് മാറ്റില്ല.
വിശുദ്ധ ഖുർആൻ. ആ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അതൊന്ന് ഓർമ്മയിൽ നിൽക്കാൻ ഞാനൊരു സംഭവം പറഞ്ഞുതരാം. പണ്ട് കാലത്ത് അസറിന്റെ നേരക്കല്ല ഒരു കഥയൊക്കെ നല്ലതാണ്. കഥ കേൾക്കാൻ വലിയവർക്കും ചെറിയവർക്കൊക്കെ ഇഷ്ടമാണ്. പണ്ട് കാലത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ഈ രാജാവിന് കലശലായ തലവേദനയ്ക്ക് ചികിത്സിക്കാൻ അന്നാട്ടിലെ എല്ലാ ഡോക്ടേഴ്സും വന്നു. പക്ഷേ പരിശോധിച്ചിട്ടൊന്നും ഫലമില്ല, അസുഖം മാറിയില്ല, പിന്നെയും തലവേദന. അങ്ങനെ ഇരിക്കവേ, നിരാശനായിരിക്കവേ ആ കാലഘട്ടത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ വന്നത്രേ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ പരിശോധിക്കാം, ചികിത്സിക്കാം. പരിശോധിച്ച ശേഷം പറഞ്ഞു, നിങ്ങളുടെ അസുഖത്തിന് വളരെ സിമ്പിളായ ഒരു പരിഹാരം ഉണ്ടല്ലോ. എന്താണ്? ഇനി മുതൽ നിങ്ങൾ പച്ച നിറം മാത്രം കാണാൻ പാടുള്ളൂ. ഇപ്പൊ ഇവിടെ കസാലൊക്കെ ഏതാണ്ട് മുഴുവനും പച്ചയാണ്. രാജാവിന് പറ്റിയ കസാരയാണ്. കഥയിലുള്ള നിറം പച്ച ആയതുകൊണ്ടാണ്, വേറൊന്നും വിചാരിക്കരുത്. കഥയിൽ നിറം പച്ചയായത്, ഏത് നിറം പറഞ്ഞാലും ഇപ്പൊ കൊടുക്കാണ്. അതുകൊണ്ട് കഥയിലുള്ള കഥ പച്ച പറഞ്ഞു, അത്രേ ഉള്ളൂ, വേറൊന്നും വിചാരിക്കരുത്. പച്ച നിറം മാത്രം കാണാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് അത്രേ ഉള്ളൂ, എന്നാ ഞാൻ ചെയ്തോളാം. ആരവിടെ? ഉത്തരവിട്ടു. കൊട്ടാരത്തിന്റെ ചുമരുകൾക്ക് മുഴുവനും പച്ച നിറം പൂശട്ടെ. കൊട്ടാരവാസികൾക്ക് എല്ലാവർക്കും പച്ച ഉടയാടകൾ കൊടുക്കട്ടെ. വിരികളും തലയിണത്തിന്റെ കവറുകളും എല്ലാം പച്ച, ആകെ പച്ച. കൊട്ടാരപ്പം മൊത്തം പച്ചയാണ്. രാജാവ് ഇങ്ങനെ നിരീക്ഷിച്ചു നോക്കിയപ്പോ, കാരണം രാജ്ഞിക്ക് പച്ച, രാജകുമാരിക്ക് പച്ച, കുമാരന് പച്ച, പട്ടാളക്കാരൻ പച്ച, എല്ലാവരും പച്ച, തൊഴിമാരും പച്ച, ആകെ പച്ച. അദ്ദേഹത്തിന് 2 ആഴ്ചയായപ്പോഴേക്ക് തലവേദന മാറി. ആശ്വാസം തോന്നിയപ്പോൾ ഒന്ന് ഉലാത്താൻ വേണ്ടി അദ്ദേഹം ഉദ്യാനത്തിലേക്ക് ഇറങ്ങി. നല്ല പച്ച വിരിച്ച പുൽമൈതാനിയിലൂടെ നടക്കുമ്പോൾ നല്ല ആശ്വാസം. അതിനിടയിലൊന്ന് ആകാശത്തേക്ക് മൂരിഞ്ഞു വരാന്നറിയില്ല നമ്മള്. ഒന്നിങ്ങനെ നോക്കി രാജാവ്, ആകാശം പച്ചയല്ല, തലവേദന തിരിച്ചു വരുന്നു എന്നൊരു തോന്നല്. ഓടിക്കേറി കൊട്ടാരത്തിന്റെ അകത്തേക്ക്. എന്നിട്ട് ഈ മനഃശാസ്ത്രജ്ഞനെ വിളിച്ചു വരുത്തി. ആരവിടെ? ആ ബിഷഗ്വരനെ കൊണ്ടുവരിൻ. അയാൾ വന്നു. അയാളോട് പറഞ്ഞു, രാജാവ്, നിന്റെ ചികിത്സ ഫലപ്രദമാണ്, പക്ഷേ പ്രായോഗികമല്ല. അതെന്താ അങ്ങനെ പറഞ്ഞു മഹാരാജാവേ? ഫലപ്രദമാണ്, കാരണം എനിക്ക് അസുഖം മാറി. പിന്നെന്താ പ്രായോഗികമല്ല എന്ന് പറഞ്ഞു? ഞാനൊന്ന് പുറത്തിറങ്ങി ആകാശത്തേക്ക് നോക്കിയപ്പോഴേക്ക് എന്റെ അസുഖം വീണ്ടും തിരിച്ചു വരില്ലേ? അപ്പോ ഈ മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, രാജാവേ, നിങ്ങളുടെ തലവേദനയുടെ കാര്യം മാത്രമല്ല, ലോകത്തിന്റെ മുഴുവൻ പ്രശ്നവും ഇതാണെന്ന് പറഞ്ഞു. എന്ത്? നീയല്ലേ എന്നോട് പച്ച കാണണമെന്ന് പറഞ്ഞു? അതെ. പക്ഷേ നിങ്ങൾക്ക് പച്ച നിറം കാണാൻ നിങ്ങൾ മാറിയോ? ഇല്ല, ഞാൻ മാറിയിട്ടില്ല. ആർക്കാ ആവശ്യമുള്ളത്? നിങ്ങൾക്ക്, എനിക്ക്. എന്നിട്ട് നിങ്ങൾ മാറിയോ? ഞാനെങ്ങനെ മാറും? പച്ച നിറം കാണാൻ ഇവരൊക്കെ മാറ്റില്ലത് വേറെ മാർഗമുണ്ടോ? നീ പച്ച നിറം കാണാൻ പറഞ്ഞു, ഞാൻ മൊത്തം പച്ചയാക്കി. അതെ, നിങ്ങൾ മൊത്തം പച്ചാക്കി. കുമാരിമാർക്ക് എല്ലാവർക്കും പച്ച ഉടയാടട്ട്. ഇവര് മുസ്ലിം ലീഗിന്റെ പര്യടനം പോകുന്നില്ലല്ലോ പച്ചട്ടെടുക്കാനും. അവസാനം ആകാശത്ത് നോക്കിയപ്പോ നിങ്ങൾക്ക് ആകാശം വെള്ളം. ഇനിയിപ്പോ ഞാൻ ആകാശം പച്ച പെയിന്റ് അടിച്ചിരുന്നു. എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? പിന്നെ ഞാനെന്ത് ചെയ്യും? നീയല്ലേ എന്നോട് പച്ച കാണാൻ പറഞ്ഞത്? രാജാവേ, നിങ്ങൾക്കൊരു പച്ച കണ്ണട ധരിച്ചാൽ പോരായിരുന്നോ? നിങ്ങളൊരു പച്ച കണ്ണട ധരിച്ചാൽ സകലതും പച്ചയാവൂലായിരുന്നോ? നിങ്ങൾ മാറാണ്ടതിന് പകരം നിങ്ങൾ ബാക്കിയുള്ളവരെ മാറ്റാൻ നോക്കി. ഫലപ്രദമല്ല, പ്രായോഗികമല്ല. ശരിയാണ്, അവനവനിലുണ്ടാകേണ്ട മാറ്റം വരുത്തുന്നതിന് മുമ്പ് ആരാനിൽ മാറ്റമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഇപ്പൊ ആലോചിച്ചു തുടങ്ങിക്കോളി. എന്റെ കുടുംബത്തിൽ ഇപ്പോഴുള്ളതിനേക്കാൾ സന്തോഷം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നിൽ എന്തൊക്കെ പോരായ്മയുണ്ട്, ഞാൻ ആദ്യം മാറട്ടെ. ഇത് ഇവിടെ ആണുങ്ങളും അവിടെ പെണ്ണുങ്ങളും മാറാൻ തുടങ്ങിയില്ല സ്വർഗം. പിന്നെ തുടങ്ങി സ്വർഗം. ഞാൻ വാക്ക് തരുന്നു. അവനവനിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് ആലോചിക്കുണ്ടാവും. എല്ലാവർക്കും ഉണ്ടാകും പോരായ്മ. ആ മാറ്റത്തിൽ നിന്ന് നിങ്ങൾ തുടങ്ങും. ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിക്കണമെങ്കിൽ ആദ്യം നമുക്കുണ്ടാവേണ്ട മറ്റൊരു ഗുണമുണ്ട്. അതിനാണ് ദീനീബോധം എന്ന് പറയുന്നത്. ദീനീബോധം ഇന്ന് വൈവാഹിക ബന്ധങ്ങളിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുന്നു. അള്ളാഹുവിന്റെ വിശുദ്ധ പ്രവാചകർ ഉണർത്തിയ ഹദീസ് പല ഗുരു നിക്കാഹിന്റെ വേളകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ്? തുൻകഹുൽ മർഅതു ലിഅർബഇൻ. 4 കാര്യങ്ങൾക്ക് സാധാരണ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കപ്പെടാറുണ്ട്. എല്ലാവർക്കും അറിയാം. ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ. പെണ്ണിന്റെ സൗന്ദര്യത്തിന്, പെണ്ണിന്റെ ധനത്തിന്, പെണ്ണിന്റെ തറവാടിന്, പെണ്ണിന്റെ ദീനിന്. ഈ 4 കാര്യങ്ങളും സാധാരണ ആളുകൾ കല്യാണം കഴിക്കുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ നോക്കാറുണ്ട്. മുസ്ലിം സഹോദര, എനിക്ക് നിന്നോട് പറയാനുള്ളത് വിശുദ്ധ പ്രവാചകന്റെ വാക്കിങ്ങനെയാണ്. ഫല്ലുഫർ. നീ നിന്നോട് പറയണം, നീ ഫല്ലുഫർ ബിദാത്തിദ്ദീൻ. നിന്റെ കുടുംബം സന്തുഷ്ടമാകണോ, നിന്റെ കുടുംബം വിജയിക്കണോ? ഫല്ലുഫർ, നീ വിജയിക്ക്. ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച്. ജീവിതത്തിൽ സുഖമുണ്ടാകാൻ സുന്ദരിയെ കെട്ടിയതുകൊണ്ട് മാത്രം കാര്യമില്ല. കാശമ്പാടുണ്ടായിട്ട് കാര്യമില്ല. വലിയ തറവാടാ കാര്യമില്ല.
ദീന് തന്നെ വേണം. ആരാ പറയണത്? ഉമ്മത്തിനെ വഞ്ചിക്കാത്ത, കളവ് പറയാത്ത, ഈ ഉമ്മത്തിന്റെ ജീവിത രഹസ്യത്തെക്കുറിച്ച് മറ്റാരെക്കാളും അറിയുന്ന പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പക്ഷേ വിവാഹ പന്തലുകളിൽ ദീനിനെ എത്ര കണ്ട് മാറ്റിവെച്ച് നോക്കാറുണ്ട് എന്നത് ഖേദത്തോടെ നമുക്ക് ഒരുമിച്ച് ആലോചിക്കാം. സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടണ്ട, സൗന്ദര്യമുള്ള പുരുഷനെ നോക്കണ്ട എന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം? അല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ നീ സൗന്ദര്യമുള്ള പെണ്ണിനെ കെട്ടിക്കോ, നീ സമ്പത്തുള്ള പെണ്ണിനെ കെട്ടിക്കോ, നീ തറവാടുള്ള ആളെ കെട്ടിക്കോ, അതൊക്കെ നിന്റെ ഇഷ്ടം തന്നെ, എന്നൊക്കെ നല്ലതുമാണ്. സൗന്ദര്യം നോക്കൽ സുന്നത്താണെന്ന് വരേണ്ടല്ലോ. അതുകൊണ്ട് അതിനൊന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഈ വിഷയത്തെ ഗൗരവത്തോടെ സൂചിപ്പിക്കാൻ പുണ്യപ്രവാചകർ പറഞ്ഞ ഒരു ഹദീസ് നമ്മൾ കേൾക്കണം. എന്താണ്? ലാ തസവ്വജുൻ നിസാഅ, നിങ്ങൾ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്. എങ്ങനെയല്ലാതെ? എന്തിനു വേണ്ടി? ലിഹുസ്നിഹിന്ന, അവൾ സുന്ദരിയാണ് എന്ന് കരുതിയിട്ട് കല്യാണം കഴിക്കരുത്. സുന്ദരിയെ കെട്ടരുതെന്നല്ല, ഓ നല്ല ചുരുക്കുള്ള പെണ്ണ് എനിക്ക് അതന്നെ മതി, പാടില്ല. വലാ തസവ്വജുഹുന്ന അലൽ മാൽ, കാശുകാരിയാണ് അതിന്റെ പേരിലും കെട്ടരുത്. വലാകിൻ തസവ്വജുഹുന്ന അലദ്ദീൻ, ദീനിന്റെ പേര്, ഓ നല്ല ദീനുള്ള പെണ്ണ് എന്നാ കെട്ടിക്കോ. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാൾ പെണ്ണ് കാണാൻ പോയി, നല്ല ഒരു സുസുന്ദരിയെ കണ്ടു, മോഹമായി, പക്ഷേ ദീനില്ല, മാറ്റിവെച്ചു. വേറൊരിടത്ത് പോയി, അവിടെ കണ്ടു ധനാഢ്യയായ പെണ്ണ്, പക്ഷെ ദീനില്ല, അതും മാറ്റിവെച്ചു. അവസാനം കേട്ടു ദീനുള്ള ഒരു പെണ്ണുണ്ടത്രേ അവിടെ ചെന്ന് നോക്കിയപ്പോ എന്താ പെണ്ണിന്റെ കോലെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്ക് തന്നെ പറയട്ടെ, വല അമതുൻ സൗദാഉ ഹർമാഉ ദാത്തു ദീനിൻ അഫ്ളൽ. ദീന് മാത്രം പരിഗണിച്ച് ദീന് കിട്ടിയേ പറ്റൂ, അതിന് വിട്ടുവീഴ്ചയില്ല എന്ന് കരുതി ദീന് തേടി ചെന്നപ്പോ അവിടെ കിട്ടിയ പെണ്ണിന്റെ കോലെന്താണെന്നറിയോ? അമത്ത്, അടിമപ്പെണ്ണ്, ഹർമാ, കാത് ഛേദിക്കപ്പെട്ടവൾ അല്ലെങ്കിൽ മൂക്ക് ഛേദിക്കപ്പെട്ടവൾ, സൗദാ, കറുത്തവൾ, കറുത്ത കാപ്പിരിയായ അടിമ, കാതും മൂക്കുമില്ലാത്ത പെണ്ണ്. എന്തേക്കാരപ്പ അതിന്റെ ഒരു കോലം? പക്ഷേ പുണ്യപ്രവാചകർ നമ്മേക്കാൾ സ്നേഹിക്കുന്ന മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൾക്ക് ദീനുണ്ട് എങ്കിൽ ഈ സുന്ദരി പോട്ടെ, ഈ ധനാഢ്യ പോകട്ടെ, ആ കാതില്ലാത്ത മൂക്കില്ലാത്ത കറുത്ത കാപ്പിരി അടിമ പെണ്ണിനെ നീ കെട്ടിക്കോ, അതാണ് നിനക്ക് ശ്രേഷ്ഠം. അപ്പൊ എത്ര നമ്മൾ ഗൗരവത്തിലെടുക്കണം? ദീനിനെ നമ്മൾ എത്ര ഗൗരവത്തിലെടുക്കണം? പെണ്ണ് കാണുന്നത്, പെണ്ണ് കെട്ടുന്നത് നീ ധനത്തിന് വേണ്ടിയാണെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന അധികം ആൾക്കാരും പെണ്ണ് കെട്ടിയവരാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ വേറെ കാത്തിരിക്കരുതിട്ടാ. അതിന് പറയല്ല, നമ്മൾ നമ്മളെ മക്കളെ കെട്ടിക്കുമ്പോഴുള്ള കാര്യം പറയാം. അവരുടെ കുടുംബം നന്നാവണല്ലോ. ഞാനിപ്പോ അന്നിപ്പോ അത്ര നോക്കിയില്ല, നോക്കടി അതും നോക്കി കെട്ടിയാലോ എന്ന് ഞാൻ അവിടെ പോയി കുലുമാലുണ്ടാക്കരുത്. എല്ലാവരും ദീനുള്ളവർ തന്നെയാണ്. ഇനിയും നമുക്ക് ദീൻ ഉണ്ടാക്കാനും പറ്റും ഇൻഷാ അല്ലാഹ്. അതിനുള്ള മാർഗം ഞാൻ വഴിയെ പറയാം, സമയം ഒത്തുവരുമെങ്കിലും. മൻ തസവ്വജ ഇംറഅതൻ ലിമാലിഹാ, ധനത്തിന് വേണ്ടി ഒരാൾ കല്യാണം കഴിച്ചാൽ, ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, കാശിന് റസൂലുള്ള പറയുന്ന വാക്കാട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചാൽ മിഷ്കാത്തിന്റെ ശർഹ് മിർഖാത്തിലാണ് ഇതൊക്കെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഉസ്താദ്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ സതി വന്നിട്ടുണ്ടാവും എന്തായാലും. മൻ തസവ്വജ ഇംറഅതൻ ലിമാലിഹാ, ധനം മോഹിച്ചൊരാൾ കല്യാണം കഴിച്ചാൽ ലം യജിദുഹുല്ലാഹു ഇല്ലാ ഫഖ്റ, അല്ലാഹു അവന് ദാരിദ്ര്യമാണ് ഏറ്റിക്കൊടുക്കുക. ഒമൻ തസവ്വജ ഇംറഅതൻ ലിഇസ്സിഹാ, പെണ്ണിന്റെ പ്രതാപം തറവാട് നോക്കി ഒരാൾ കല്യാണം കഴിച്ചാൽ ലം യജിദുഹുല്ലാഹു ഇല്ലാ ദനാഅ, അവന് നിന്ദ്യതയാണ് അല്ലാഹു ഏറ്റിക്കൊടുക്കുക. അതേ സമയത്ത് ഒമൻ തസവ്വജ ഇംറഅതൻ ലം യുരിദ് ബിഹാ ഇല്ലാ അൻ യഗല്ല ബസറഹു വയഹ്സുന ഫർജഹു ബാറകല്ലാഹു ലഹു ഫീഹാ വബാറക ലഹാ ഫീഹി, ഒരാൾ ദീനീബോധം, ദീന് സംരക്ഷിക്കണമെന്ന താല്പര്യത്തിൽ കല്യാണം കഴിച്ചാൽ അള്ളാഹു അവന് അവളിലും അവൾക്ക് അവനിലും ബർക്കത്ത് ചെയ്തു കൊടുത്ത് സന്തുഷ്ട കുടുംബം ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് നീ വിജയിക്കണം. അള്ളാഹു നമുക്ക് ദീനീബോധം കൊണ്ട് അനുഗ്രഹം നൽകുമാറാവട്ടെ. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുക്കുക, കുടുംബത്തിൽ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ കൊടുക്കുക. മലയാളത്തിൽ ഒരുപാട് നല്ല പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ദീനീബോധം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഇഹ്യാ ഉലൂമുദ്ദീന്റെ പരിഭാഷ വാങ്ങിക്കൊടുക്കുക, റിയാദുസ് സ്വാലിഹിന്റെ പരിഭാഷ വാങ്ങിക്കൊടുക്കുക, പ്രവാചക ചരിത്രം മനസ്സിലാക്കാൻ പറ്റിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഇതൊക്കെ മെല്ലെ 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 വായിച്ചു വരുമ്പോൾ അറിയാതെ ദീനുണ്ടാകും. അതിന് അറബി കോളേജിൽ ചെന്ന് പഠിക്കണം തന്നെയല്ല. സന്തുഷ്ട കുടുംബം മാഗസിൻ വാങ്ങിക്കൊടുക്കുക, അതിൽ കുടുംബനികൾക്കുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അറിവിന്റെ ഏറ്റവും വലിയ ആയുധമായിട്ട് പറഞ്ഞിട്ടുള്ളത് വായന തന്നെയാണ്. വായന കൊണ്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദീനിന്റെ ആളുകളാണ് നാം. നീ വായിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും മുമ്പ്, ഹുബ്ബുർ റസൂൽ പറയും മുമ്പ് അള്ളാഹു മാലോകരോട് ആദ്യം പറഞ്ഞത് ഇഖ്റ, വായിക്കുക.
അതുകൊണ്ട് വായന വലിയ പോംവഴിയും പരിഹാരവുമാണ്. നിങ്ങളത് പാലിക്കുമെങ്കിൽ വീട്ടിനകത്ത് അത്ഭുതകരമായ മാറ്റമുണ്ടാകും. നിങ്ങൾ മക്കളെ വായിപ്പിക്കുമെങ്കിൽ മക്കളുടെ പാരന്റിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ബേജാറാവണ്ട. നല്ല വായനയുള്ള കുട്ടിയാണോ അവൻ നന്നായിരിക്കും ഇൻഷാ അല്ലാഹ്. നല്ലത് വായിക്കാൻ കൊടുക്കുക. വീട്ടിൽ കൊച്ചു ലൈബ്രറി ഉണ്ടാക്കുന്ന കാര്യം നിങ്ങൾ നിർബന്ധമായും ആലോചിക്കുക. മഹലിൽ വിശാല ലൈബ്രറി ഉണ്ടാക്കുന്ന കാര്യം മഹലിന്റെ ആളുകളും ആലോചിക്കുക. ഒരു പക്ഷേ ഇവിടെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടാവും. കാതലായ വിഷയമാണ് അതൊക്കെ. അലങ്കാരമല്ല ലൈബ്രറി, അറിവുകൊണ്ടാണ് ഈ ഉമ്മത്ത് ഇങ്ങനെ വളർന്നിട്ടുള്ളത്. ഉമ്മത്തു ഇഖ്റ, ഇത് വായനയുടെ സമുദായം എന്നാണ് പേര്. ലിമലാ തഖ്റ, എന്താടാ നീ വായിക്കാത്തത് എന്നാണ് ചോദ്യം. അള്ളാഹു നല്ല വായനക്കാരാക്കി നമ്മുടെ ഉമ്മത്തിന് മാറ്റുമാറാവട്ടെ. നല്ലത് വായിക്കാൻ കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മാറ്റം നമ്മളിൽ നിന്ന്. ആദ്യം നാം നല്ല ഒരു ഇണയാവുക. നമ്മളിൽ എന്തൊക്കെ നല്ല മാറ്റങ്ങൾ വരാനുണ്ടോ അതിനൊക്കെയും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത്തെ കാര്യം കുടുംബത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഇൽഹാറുൽ മവദ്ദത്ത്. പുണ്യനബിയുടെ വാക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്നേഹം പ്രകടിപ്പിക്കുക. പലപ്പോഴും മനസ്സിനകത്ത് മല പോലെ കൊണ്ടു നടക്കും സ്നേഹം, അനുഭവിക്കാൻ കൊടുക്കൂല. നല്ല വാക്കുകൊണ്ട് ഒന്ന് അരുമയോടെ സംസാരിക്കുക, അത് പലപ്പോഴും ചെയ്യൂല. നമ്മുടെ ഒരു പ്രത്യേകത, ദേഷ്യം പിടിച്ചാൽ അത് പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പിശുക്കുണ്ടാവില്ല. പക്ഷേ സ്നേഹം തോന്നുമ്പോൾ അത് ഉജ്ജ്വലമായി പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പരാജയത്തിലാണ്. നമ്മൾ എത്ര വട്ടം ദേഷ്യപ്പെടാറുണ്ടാകും. എന്നാൽ ആ ദേഷ്യത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആരെങ്കിലും ഏതെങ്കിലും പുതിയാപ്പിള പുതിയണ്ണിനോടോ പുതിയന്റെ പുതിയാപ്പിളിനോടോ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇംഗ്ലീഷ് പറയണ്ട, മലയാളത്തിലെങ്കിലും പറയാം എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇത് പറയണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഞാൻ എന്തെങ്കിലും സ്റ്റേജ് മേൽ ഇരുന്നിട്ട് വിളിച്ചിട്ടില്ല. അൽഹിരിൽ മവദ്ദത, നിന്റെ സ്നേഹത്തെ നീ പ്രകടിപ്പിക്കണം. ലിമം ബാദ്ദക, ആരോടാണ് നിനക്ക് ഇഷ്ടമുള്ളത്? പെണ്ണുങ്ങളോടോ? എന്നാ പെണ്ണുങ്ങളോടത് പ്രകടിപ്പിക്ക്, ഭർത്താവിനോടത് പ്രകടിപ്പിക്ക്. എന്തിനാ ഇതിങ്ങനെ? പ്രകടിപ്പിക്കാത്ത സ്നേഹവും പിശുക്കന്റെ അണിയറയിലെ സ്വർണ്ണ നാണയവും ഒരുപാട് നിരുപകാരപ്രദമാണ്. ഒരു കാര്യമില്ല. എനിക്കെന്തോ ഒരു ഇഷ്ടാന്നറിയോ, എന്നിട്ടൊന്നുമില്ല. അതന്നെ അത് പ്രകടിപ്പിക്കണ്ടേ, അത് അറിയാൻ അവസരം കൊടുക്കണ്ടേ. അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന ഒരു പുതിയാപ്പളിനോട് പറഞ്ഞെന്തറിയോ, നിനക്കൊരു ബിക്റിനെ കെട്ടിക്കൂടായിരുന്നോ? നിനക്കൊരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? കല്യാണത്തിനെ കുറിച്ച് പ്രേരിപ്പിച്ച് പറയുമ്പോൾ പറയാണ്, എന്നാൽ അവൾക്ക് നിന്നോടും നിനക്ക് അവളോടും ഇങ്ങനെ കളിച്ചുകൂടായിരുന്നോ? കളിതമാശകളൊക്കെ പറഞ്ഞ് ഇത് എന്തൊരു രസമുള്ള ഹദീസ് ഉണ്ടെന്നറിയോ? ദുനിയാവിലെ ഏത് കാര്യമാണെങ്കിലും അള്ളാഹുവിനെ പറയുന്നില്ലേ, അള്ളാഹുവിനെ ഓർക്കുന്നില്ലേ, അത് ലഹുവാണ്, അത് ലഹുവാണ്, അത് സഹുവാണ്, അത് അബദ്ധമാണ്, അത് പോഴത്തമാണ്, പൊട്ടത്തരാണ്. എല്ലാ കാര്യവും അങ്ങനെയാണ്. അല്ലല്ലേ എന്നൊക്കെ പൊട്ടത്തരാ. 4 കാര്യം ഒഴിച്ച് 4 കാര്യത്തിൽ അല്ലല്ലെങ്കിലും തൽക്കാലം കുഴപ്പമില്ല. അത് കളിയല്ല, അത് തമാശല്ല, അത് സീരിയസാ, അത് ഗൗരവത്തിലെടുത്തോ. അതിലൊരു കാര്യം എന്താണെന്നറിയോ? മുലാഅബത്തുർ റജുലി ഇംറഅതഹു, പുതിയണ്ണിന്റെ പൊങ്ങനെ പുതിയ അപ്പള കളിക്കാൻ തരങ്ങൾ വേറെ അർത്ഥം വെക്കരുത്. തമാശയൊക്കെ പറഞ്ഞിട്ടും അവരിങ്ങനെ സല്ലപിച്ചിരിക്കുക, പ്രേമസല്ലാപം നടത്തുക. ആ സ്നേഹം കുടുംബത്തിനകത്ത് കൊടുക്കാതാകുമ്പോഴാണ് ഏതെങ്കിലും ബസ് കണ്ടക്ടർമാരൊന്ന് ചിരിച്ചു കാണിക്കുമ്പോൾ അവിടെ വീണു പോകണത്. ഞാൻ ഈ ഗൗരവപ്പെട്ട സദസ്സിനോട് സാധാരണ പ്രീമാരിറ്റൽ കോഴ്സിൽ പറയുന്ന കാര്യങ്ങൾ പറയാതിരിക്കുകയാണ്. അങ്ങനെയുണ്ട്. സ്നേഹം പ്രകടിപ്പിക്കണം. മറ്റുള്ളവരോട് ആളുകൾക്ക് താല്പര്യം തോന്നുന്നത് എന്താണെന്നറിയോ? പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും പറയാറുണ്ട്, പെണ്ണുങ്ങൾ ഓഡിറ്ററിയാണ്, ആണുങ്ങൾ വിഷ്വലാണ്. ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് ഇഷ്ടമാണ്. ആരെങ്കിലും ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ അങ്ങനെ കേട്ടിരിക്കവർക്ക് ഭയങ്കര രസമാണ്. നിങ്ങൾ എത്ര വർത്താനം പറഞ്ഞാൽ ഒരു ഇരുന്നോളും. ആ അടുക്കളയിലുള്ള കഞ്ഞി അങ്ങോട്ട് തളച്ചു വെത്താൽ അവർക്കൊരു കുഴപ്പമുണ്ടാവും, അവർക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇക്കാരം പെണ്ണ് ഫോൺ വിളിക്കാണോ, ഫോൺ ബില്ല് എന്തായാലും കൂടിയിരിക്കും. കാരണം പറഞ്ഞാൽ മതിയാവില്ല അവർക്ക്. ഒക്കെ പറഞ്ഞിട്ട് അവസാനം ബാക്കി നമുക്ക് കൊയ്ക്കെന്ന് പറയട്ടോ എന്ന് പറഞ്ഞ കൂട്ടരാണല്ലോ പെണ്ണുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. ആണുങ്ങൾ വിഷ്വലാണ് എന്ന് വെച്ചാൽ കണ്ണുകൊണ്ടാണ് കൂടുതൽ, കേൾവിയേക്കാൾ കണ്ണുകൊണ്ടാണ് അവർ ആനന്ദിക്കുന്നത്. അതുകൊണ്ട് സൗന്ദര്യത്തിൽ ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാൾ ആകൃഷ്ടരാണ്. അതുകൊണ്ട് പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഷോപ്പിംഗ് കോംപ്ലക്സ് ഒക്കെ പോകുമ്പോൾ കൺമച്ചിടുന്നതിന് പകരം അടുക്കളയിൽ നിൽക്കുമ്പോൾ കൺമച്ചിടുക. നിങ്ങൾ സാധാരണ കൺമച്ചിയല്ല, ചട്ടിന്റെ മുട്ടിലെ കരി മോത്താവണ കൺമച്ചിയല്ല. ശരിക്കും കൺമച്ചി പറഞ്ഞാൽ അല്ലെങ്കിൽ നല്ല മൊഞ്ചിൽ പെരിയിൽ നടക്കണം. എന്നോട് പറയാൻ ഏൽപ്പിച്ച വിഷയമാണ്. ഞാൻ ഇത് പറയല്ലാതെ ഒരു നിർവാഹമില്ല. നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നിയിട്ട് കാര്യമില്ല. പെണ്ണ് വീട്ടിൽ അലങ്കൃതയായിരിക്കണം, മനോഹരിയായിരിക്കണം. ആണുങ്ങൾ നല്ല മനോഹരമായിട്ട് സംസാരിക്കണം. ഗൾഫിലാണെങ്കിൽ അവിടുന്ന് ഫോണിൽ വിളിച്ചിട്ടെങ്കിലും സംസാരിക്കണം. പെണ്ണിന് സമാധാനാവാൻ അത് മതി. അതുകൊണ്ട് പെണ്ണ് ഓഡിറ്ററിയാണ്, ആണുങ്ങൾ വിഷ്വലാണ്. ആണുങ്ങൾ കാഴ്ച കൊണ്ട് ആനന്ദിക്കുന്നവരാണ്. ആപേക്ഷികമായിട്ട് കേട്ടാൽ ആനന്ദം ഉണ്ടാവില്ല എന്നല്ല, അതിനേക്കാളും ആണുങ്ങൾക്ക് പൊന്തി നിൽക്കുന്നത്, മികച്ചു നിൽക്കുന്നത് കണ്ണാണ്. പെണ്ണിന് കേൾവിയുമാണ്. അതുകൊണ്ട് അവരെ ഇണക്കാനും അവരെ പാകപ്പെടുത്താനും അവരോട് സ്നേഹം പ്രകടിപ്പിക്കാനും വാക്ക്.
ആണിന് വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി അവരോട് സ്നേഹം പ്രകടിപ്പിക്കുക. അത് പെണ്ണിന് ചെയ്യാവുന്ന കാര്യമാണ്. ഈ സ്നേഹപ്രകടനത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും കുടുംബത്തിനകത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകാറുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ അശ്രദ്ധ. ഇപ്പൊ എന്താ ഇപ്പൊ ഇങ്ങനെ പറയാനുള്ളത്, നല്ലൊരു ചായ ഇട്ടി അപ്പൊ ഒന്നും കിട്ടണല്ലോ, ഇനിയിപ്പോ എന്തിപ്പോഴായിട്ട് ഉഷാറായിക്കണമെന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾക്ക് ചായ കൊടുന്നിട്ടൊക്കെ പൂതി തീരൂല. അതേസമയത്ത് എപ്പോഴെങ്കിലും ഒരിക്കൽ മധുരത്തിൽ കൂടിയാൽ ഓളെ മൂത്തക്കനോട് ഊത്താലോ എന്ന് തോന്നുന്ന കാര്യത്തിലാണ് നോക്കുക. പിന്നെ ഒക്കെ ചായ കൊണ്ടുവരാൻ തോന്നൂല. പ്രോത്സാഹിപ്പിക്ക്, നല്ലതിന് നല്ല കറി വെച്ചെന്നാ ഒരു സന്തോഷവാക്കൊക്കെ പറയ്. അതൊക്കെ സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്കറിയോ, വിവാഹം എന്ന വാക്ക് തന്നെ കൗതുകകരമായി പറയപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഏറ്റവും വലിയ ഒരു ഡിക്ഷണറി ഉണ്ട്, ശബ്ദതാരാവലി എന്നാണ് അതിന്റെ പേര്. ശ്രീകണ്ഠേശ്വരം പിള്ളയാണ് അത് രചിച്ചിട്ടുള്ളത്. അതിൽ പറയുന്നുണ്ട്, വി പ്ലസ് വി കൂട്ടണം, വാഹം, അതാണ് വിവാഹം. വി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശേഷപ്പെട്ടത്, വിശേഷാൽ എന്നൊക്കെ പറയില്ലേ, വളരെ വിശേഷപ്പെട്ടത്. വാഹം എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക, വഹിക്കുക. ഇതാണ് വാഹനമൊക്കെ വരുന്നത്, നമ്മളെ ചുമന്ന് കൊണ്ടുപോകണമുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണിനെയും പെണ്ണ് ആണിനെയും വിശേഷപ്പെട്ട രീതിയിൽ, പരിശുദ്ധമായ രീതിയിൽ ഏറ്റെടുക്കലാണ്. ഇനി ഞാനുണ്ട് നിനക്ക് എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത്. അറബിയിലോ നിക്കാഹ് എന്ന് പറയുന്നു. നിക്കാഹ് എന്ന് പറഞ്ഞാൽ തനാക്കഹത്തിൽ അസ്ജാർ എന്ന വാക്കുകളിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത് എന്ന. തനാക്കഹത്തിൽ അസ്ജാർ എന്ന് പറഞ്ഞാൽ മരങ്ങൾ പരസ്പരം ചില്ല കോർത്തു. നമ്മളെ വീട്ടിൽ കൊമ്പ് കോർക്കലുണ്ടാവും. ഈ മരത്തിന്റെ കൊമ്പ് കോർക്കുക എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം മാറിപ്പോരുത്. ചില്ല, അതുകൊണ്ട് ഞാൻ ചില്ല എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. ചില്ല കോർത്തു, കാറ്റടിച്ചിട്ട് ചാഞ്ഞും ചെരിഞ്ഞും വന്ന് രണ്ട് മരങ്ങൾ പരസ്പരം കൊമ്പുകൾ കോർന്ന് നിൽക്കുമ്പോ, ചേർത്ത് നിൽക്കുമ്പോ ഏതിൻ്റെതാണ് കൊമ്പ് ഏതിൻ്റെതാണ് ഇല എന്നറിയാത്ത വിധം അത് ഒന്നായി ചേർന്നിട്ടുണ്ടാകും. അപ്രകാരം സ്നേഹപ്രകടനത്തിലൂടെ ആണും പെണ്ണും ഒന്നായി, മനസ്സുകൾ തമ്മിൽ ഒന്നായി ചേരുന്ന അവസ്ഥയാണ് വിവാഹത്തിലൂടെ രൂപപ്പെടേണ്ടത്. ഈ കുടുംബ ബന്ധത്തിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്ന ഒരു ഖുർആനിക ആയത്തിൽ ഇങ്ങനെ കാണാമല്ലോ, ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ. അങ്ങനെ പോണ്ട്. നിങ്ങൾ നിങ്ങളുടെ നാഥനെ പേടിക്കണം. എങ്ങനെയുള്ള നാഥൻ? നിങ്ങളെ പടച്ചിരിക്കുന്നു. എവിടെ നിന്ന് പടച്ചിരിക്കുന്നു? മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒന്നിൽ നിന്ന്. ആണേ, പെണ്ണേ, നിങ്ങൾ രണ്ടാളും രണ്ടല്ല, നിങ്ങൾ ഇരുമെയ്യാണെന്നേയുള്ളൂ. നിങ്ങൾ ഒന്നിൽ നിന്ന് വന്നതാണ്. ആദമെന്ന ഒന്നിൽ നിന്ന് വന്ന ഹവ്വ ഒന്നിന്റെ ഭാഗമാണ്. നിങ്ങൾ പരസ്പരം ഒന്നാണ്. ഒന്നായി ചേർന്ന ശരീരത്തിൽ നിന്ന് രണ്ടായി തീർന്ന ശരീരങ്ങളാണ് നിങ്ങൾ. അതുകൊണ്ട് മനസ്സുകൊണ്ട് ഒന്നാവണേ. ഇത്തഖൂ, നിങ്ങൾ പേടിക്കണേ. റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന്. എങ്ങനെയുള്ള റബ്ബാണ്? അല്ലദീ ഖലഖക്കും, അവൻ നിങ്ങളെ പടച്ചിരിക്കുന്നു. മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് കുടുംബ ബന്ധത്തിന്റെ അകത്ത് സ്നേഹം കൊണ്ട് ഒന്നായി തീരണം. ഇവിടെ യുവാക്കളൊക്കെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ആസ്വാദകരമായി തോന്നാൻ ഞാൻ ജലാലുദ്ദീൻ റൂമിയുടെ ഒരു കവിത പറയട്ടെ. വളരെ പ്രഗത്ഭമായ ഒരു കവിതയാണ്. കുടുംബജീവിതത്തിൽ സ്നേഹപ്രകടനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് പറയത്തക്ക വിധത്തിലുള്ള ഒരു കവിത. അതിൽ പറയുകയാണ്, ജലാലുദ്ദീൻ റൂമി എന്ന് പറഞ്ഞാൽ സൂഫിയായ ഒരു കവിയാണ്, ശ്രേഷ്ഠനാണ്, വാഴ്ത്തപ്പെടുന്നയാളാണ്. അദ്ദേഹം ഭാര്യ ഭർത്താവ് എന്ന വാക്കല്ല കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്, കാമുകൻ കാമുകി എന്ന വാക്കാണ്. അതേ വാക്കുകൾ ഉപയോഗിച്ച് ഞാനും പറയട്ടെ. ഗദ്യ കവിതയാണ്, പാടാൻ പറ്റൂല, പറയാനേ പറ്റുള്ളൂ. കാമുകൻ വന്ന് കാമിനിയുടെ കതകിന് മുട്ടി. കാമിനി അഥവാ കാമുകി അകത്തു നിന്ന് ചോദിച്ചു, ആരാ? കാമുകൻ പറഞ്ഞു, ഞാനാ. വാതിലുകൾ തുറക്കപ്പെട്ടില്ല. നിരാശനായ കാമുകൻ തിരിച്ചുപോയി. കുറെ കാലങ്ങൾക്ക് ശേഷം അയാൾ വീണ്ടും വന്നു, കതകിന് മുട്ടി. അകത്തുനിന്ന് പഴയ ചോദ്യം, ആരാ? ഞാൻ തന്നെയാണ്. മറുപടികൾ മാറുന്നത് ശ്രദ്ധിക്കണം കേട്ടോ. ആദ്യം ഞാനാന്ന് പറഞ്ഞു, ഞാൻ തന്നെയാണ്. അപ്പോഴും വാതിലുകൾ തുറക്കപ്പെട്ടില്ല. സങ്കടത്തോടെ തിരിച്ചുപോയ കാമുകൻ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് തിരിച്ചു വന്നത്. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങളിത് കേൾക്കണമെങ്കിൽ ശ്രദ്ധിക്കണം, മറ്റുള്ള കേൾക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. എല്ലാവരും ഇവിടെ ഇരുന്നോളണം എന്ന് എനിക്ക് നിർബന്ധമില്ല. ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ പോകാവുന്നതാണ്. സഹസരിന് അടുത്ത ആളോട് സംസാരിച്ചാൽ അയാൾക്കത് ബുദ്ധിമുട്ടാവും കേൾക്കാൻ. അയാൾ താല്പര്യത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ സംസാരിക്കാൻ പറ്റില്ല. ഞാനിത് ശ്വാസം പിടിച്ച് ഇടങ്ങാറ് ഇങ്ങനെ വരാൻ നോക്കുമ്പോൾ സഹസനോട് ക്ഷമിക്കണേ. മുത്താലിമീങ്ങളാണ്, അപ്പോൾ നമുക്ക് മുത്താലിമീങ്ങളോട് നമുക്ക് വേഗം വേറൊരു ബന്ധം കിട്ടും, അതുകൊണ്ട് പറഞ്ഞാണ്.
ഇപ്പം എന്തിയായത്? കാമുകൻ പോയില്ലേ? ഇവിടെ പറ്റിയത് കാമുകൻ തിരിച്ചുപോയി. വർഷങ്ങൾക്ക് ശേഷം കടിവരേണ്ട വാക്കുകളാ. വർഷങ്ങൾക്ക് ശേഷം, ക്ഷമിക്കണം കേട്ടോ, ഒന്നും വിചാരിക്കരുത്. വർഷങ്ങൾക്ക് ശേഷം ജീവിതം എന്താണെന്ന് പഠിച്ച ശേഷം കാമുകൻ തിരിച്ചു വന്നു. എന്നിട്ട് കതകിന് മുട്ടി. കാമുകി ചോദിച്ചു, ആരാ? നീ തന്നെയാണ് വന്നിരിക്കുന്നത്. കാമിനി കതകുകൾ തുറന്നുകൊടുത്തു. കാമുകൻ കതകിലൂടെ കാലെടുത്ത് വെച്ച് കയറുമ്പോൾ കാമിനി കാതിൽ ഇങ്ങനെ മന്ത്രിച്ചത്രേ, ഇതിനകത്ത്, കുടുംബമെന്ന ഈ വീടിനകത്ത് എന്നർത്ഥം, ഇതിനകത്ത് രണ്ടുപേർക്കിടമില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം തുറക്കാതിരുന്നത്. നീ വേറെ ഞാൻ വേറെ എന്ന് രണ്ടായി നിൽക്കുന്ന ആളുകൾക്ക് കുടുംബത്തിനകത്ത് ഇടമില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലം വാതിൽ തുറക്കാതിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒന്നായി, നീ തന്നെയാണ് വന്നിരിക്കുന്നത്, ഞാൻ തന്നെയാണ് നീ തന്നെയാണ് ഞാൻ എന്ന വിധം ഒന്നായി ചേരാനുള്ള മനസ്സും പാഠവും നിങ്ങൾ ഉൾക്കൊണ്ടു. ഇപ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിനകത്തേക്ക് കടന്നു വരാം. കുടുംബം രൂപപ്പെടണോ? ഞാൻ തന്നെ നീ തന്നെ ഞാൻ എന്ന വിധം ഒന്നായി ചേരണം. പക്ഷേ ഈ പൊരുൾ അറിയാതെ പല കുടുംബങ്ങളും ഇപ്പോഴും കുടുംബത്തിനകത്ത് കയറാനാകാതെ വീട്ടുമുറ്റത്ത് കറങ്ങി നടക്കുകയാണ് വിവാഹിതരെന്ന പേരിൽ. തിരിച്ചറിയുക, സ്നേഹം ഊഷ്മളമായി പങ്കുവെക്കുക, നന്നായി പ്രകടിപ്പിക്കുക. അപ്പോഴാണ് നമ്മളുടെ ബന്ധം സുദൃഢമാകുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചു തന്നിരുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് സ്നേഹം എങ്ങനെ പ്രകടിപ്പിച്ചുവെന്ന്. വലിയ കൗതുകകരമായ കാഴ്ചയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. അവിടെ തന്നെ അടിവരടണം. നമ്മളെ പേരിൽ എന്താണ്ടാവുക? നോക്കി, നിങ്ങൾക്കുള്ള ചോറൊക്കെ അവിടെ വിളമ്പിച്ചിക്കണ്, ഒഴിവുണ്ടാകുമ്പോൾ വന്ന് കഴിച്ചോളി, എനിക്കിവിടെ കുറെ ആൾക്കാണ്ട് കിട്ടും. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ്. അല്ലെങ്കിലോ മറിച്ചുണ്ടാകും, ഭാര്യ വളമ്പി വെച്ചിട്ട് ഇങ്ങനെ ഇത് അപ്പുറത്ത് പെണ്ണുങ്ങളുടെ ഒരു പിണങ്ങാൻ പാടില്ലല്ലോ, ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വലിയ പണിയാവും. ആകത്തിന് ഒന്നിപ്പിച്ച് കൊണ്ടുപോകാനുള്ള നമ്മളെ പണി. അപ്പോൾ ഓല മാത്രം വരാം. അല്ല, അവർ അങ്ങനെ ഉണ്ടാവാറുണ്ടല്ലോ, അവർ വിളമ്പി വെച്ച് കാത്തക്കോ, നിൽക്ക് ഞാൻ ഇപ്പം വരാം, അജൊന്ന് മുണ്ടാണ്ടിരിക്കാണ്ട് കഴിച്ചു പോയിക്കൂട്, അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അങ്ങനല്ല, ഒരുമിച്ച് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. എന്നിട്ടോ ഞാൻ വെള്ളം കുടിച്ച് പാത്രം അവിടെ വെക്കുമ്പോ പുണ്യ നബി ആ പാത്രം എടുത്ത് വെള്ളം കുടിക്കുമ്പോ ഞാൻ എവിടെയാണോ ചുണ്ടുവെച്ചത് അവിടെ തന്നെ ചുണ്ടുവെച്ച് കുടിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തന്നെ ചുണ്ടുവെക്കാൻ ശ്രദ്ധിക്കുന്നു. സ്നേഹത്തിന്റെ പ്രകടനമാണ്. 1. 2, അങ്ങനെ ഞാൻ വെക്കുന്നുണ്ട് എന്ന് ആയിഷ ബീവിയെ ബോധ്യപ്പെടുത്തുന്നു. അപ്പോഴത് മനസ്സിലാക്കുക. ആയിഷ ബീവി അത് തിരിച്ചറിയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഞാൻ മാംസം കടിച്ചവിടെ വെച്ചാൽ അവിടെ തന്നെ ചുണ്ടുവെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാംസം കടിക്കും. വലിയ മാംസകഷ്ണാണ് അറബികളുടെ ശൈലി അനുസരിച്ച്. എന്റെ വായ വെച്ചയിടത്ത് റസൂലുള്ള വായ വെക്കും എന്ന അഭിമാന പുരസ്സരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. നിന്റെ ഉമിനീര് നിന്റെ വായ സ്പർശിച്ച സ്ഥലം എനിക്ക് അന്യമല്ല, എന്റെ വായ സ്പർശിച്ച പോലെ തന്നെയുള്ളൂ, ഞങ്ങൾ ഒന്നാണ്. അതാണ് സ്നേഹത്തിന്റെ പ്രകടനം. ഇതിനേക്കാൾ വലിയ ഉജ്ജ്വലമായ ഉദാഹരണം എന്താ? എന്നാൽ നോക്കൂ നിങ്ങൾ, ആയിഷ ബീബി അഭിമാനപൂർവ്വം മറ്റൊരു കാര്യം പറയുകയുണ്ടായി. എന്റെ ഉമിനീരാണ് പുണ്യനബിയോട് അവസാനമായി പങ്കുവെക്കപ്പെട്ടത്. ഞങ്ങൾ ഉമിനീര് പങ്കുവെച്ച് ജീവിച്ചവരാണ്. അവസാനം അത് പങ്കുവെക്കാൻ സാധിച്ചത് എനിക്കാണ്. ഏതാ സന്ദർഭം? വഫാത്തിന്റെ വേള. ബ്രഷ് ചെയ്യുന്നത് സക്രാത്തുൽ മൗത്തിന്റെ മരണത്തിന്റെ വേദനയെ ലഘൂകരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരണത്തിന്റെ സമയമായപ്പോൾ, ആസന്നമായപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് ബ്രഷ് ചെയ്യണം. ബ്രഷ് എടുത്തു കൊടുത്തു. ബ്രഷ് ചെയ്യുമ്പോൾ അറാക്കാണ് അന്നത്തെ ബ്രഷ് എന്ന് പറയുന്നത്. അറാക്ക് എന്ന് പറയുന്ന കൊള്ളി നമുക്കറിയാലോ. അതിന്റെ നാരുകൾ അല്പം പരുപരുപ്പുള്ളതാണെന്ന് തോന്നിയപ്പോ അത് ഞാൻ മൃദുലമാക്കണമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. റസൂൽ അത് വായിലിട്ടിങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേ എന്ന് തലകൊണ്ട് ഇശാറത്ത് ചെയ്തു ആംഗ്യം കാണിച്ചു. അപ്പോൾ പുണ്യനബിയുടെ വായിൽ നിന്ന് ആ ബ്രഷ് എടുത്ത് ഞാൻ എന്റെ വായിലിട്ടു. റസൂലുള്ളാന്റെ വായിലെ അതേ ബ്രഷ്, ഓളെ തൊള്ളിയിലെ ബ്രഷ് എടുത്ത് ഇന്റെ തൊള്ളിക്ക് ഇടുക എന്ന് പറഞ്ഞത് നമ്മളെ കുടുംബത്തിലായിരിക്കുക. അയ്യേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്നത്തെ പോലെ ബ്രഷ് ചെയ്ത് നടക്കാത്തതുകൊണ്ടാണ് തോന്നുന്നത്. ഇസ്ലാമിലെ പല്ലാണെങ്കിൽ നല്ല പല്ലേക്കാരം, ഇസ്ലാമിലെ വായ നല്ല വായേക്കാരം. തിന്നാൽ ബ്രഷ് ചെയ്യല്, അതുണ്ടാക്കിയാ ബ്രഷ് ചെയ്യല്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ബ്രഷ് ചെയ്യല്, ഉറങ്ങാൻ പോകുമ്പോൾ ബ്രഷ് ചെയ്യല്, ഉണങ്ങിയനീറ്റാ ബ്രഷ് ചെയ്യല്, എന്തെങ്കിലും വായന്റെ അകത്തോ ബ്രഷ് ചെയ്യല്, വെറുതെ വായ പകർച്ചയായോ ബ്രഷ് ചെയ്യല്. ബ്രഷ് ചെയ്യലിന്റെ ഒരു മതാണ് ഈ മതം. അത്ര വായ ഫുൾ ടൈം ക്ലീൻ. കേവലം ബ്രഷ് ചെയ്താൽ മാത്രം പോരാ, പിന്നെന്തും കൂടി വേണം. പല്ലിന്റെ ഈ വിടവുകൾ നന്നാക്കണം.
നാര്, ഇന്ന് നല്ല നാരുകൾ കിട്ടും, അന്ന് വല്ല കൊള്ളികൾ കൊണ്ടുമാണ്. ഇന്ന് നല്ല സോഫിസ്റ്റിക്കേറ്റഡ് സാധനങ്ങളുണ്ട്. അതുകൊണ്ട് അതിന് വാക്സർ ത്രെഡ് എന്നൊക്കെ പറയും. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടും. 2 വിരലുമ ചുറ്റിയിട്ട് ഇങ്ങനെ പല്ലിന്റെ വിടവ് നന്നാക്കാൻ പറ്റും. 30 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യന്റെ പല്ലുകൾക്ക് ഗ്യാപ്പ് വന്നു തുടങ്ങും. അതിൽ പലതും കുടുങ്ങും. ബ്രഷ് എത്ര ചെയ്താൽ അത് പോരൂല. ആഴ്ചകളോളമായിട്ട് അതവിടെ തങ്ങിക്കിടന്നാൽ ദുർഗന്ധം അങ്ങേയറ്റമായിരിക്കും. നമുക്ക് ഫീൽ ചെയ്യൂല, മറ്റേ ആളുകൾക്ക് ഫീൽ ചെയ്യും. പല്ലിന്റെ വിടവ് നന്നാക്കണം. അതിന് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ചെറിയ സ്റ്റിക്ക് വാങ്ങാൻ കിട്ടും, ത്രെഡുള്ള ഒരു സ്റ്റിക്ക്. ഗൾഫിൽ നിന്നൊക്കെ അത്ര കൊണ്ടുവരാൻ പറയുമ്പോൾ ഈ ഒരു സാധനം കൊണ്ടുവരാൻ പറയും. നന്നായി വായ വൃത്തിയാക്കുക. അത് ഇസ്ലാമിന്റെ ചിഹ്നമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ റസൂലുള്ളാഹിന്റെ വായിലിട്ട് ഞാൻ എന്റെ വായിലിട്ടു. അപ്പോൾ പുണ്യനബിയുടെ ഉമിനീർ എന്റെ ഉമിനീരുമായി കലർന്നു. എന്നിട്ട് ഞാൻ എന്റെ വായിലിട്ടത് ചവച്ചിട്ട് അതിനെ കൂടുതൽ മൃദുലമാക്കി. എന്നിട്ട് പുണ്യനബിക്ക് കൊടുത്തു. അപ്പടി അത് പുണ്യനബിയും വായിലിട്ടു. അങ്ങനെ എന്റെ ഉമിനീര് പുണ്യനബിയുടേതുമായി കലർന്നു. പിന്നെ ആർക്കും ഉമിനീര് കലർത്താൻ അവസരം കിട്ടിയിട്ടില്ല. അതെനിക്കാണ്. കാരണം അങ്ങനെ മടിയിൽ കിടന്ന് പിന്നെ വഫാത്തായി പോയി. അങ്ങനെ വഫാത്തായപ്പോഴോ അതിനെക്കുറിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നൊരു വാക്കുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ വല്ലാത്തൊരു അബദ്ധം ചെയ്തിട്ടുണ്ട്, വല്ലാത്തൊരു പൊട്ടത്തരായിപ്പോയി. എന്റെ മടിയിൽ കിടന്നാണല്ലോ പുണ്യ ഹബീബ് വഫാത്തായത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തായി എന്ന് ബോധ്യപ്പെട്ടപ്പോ ഞാൻ വേഗം മറ്റുള്ളവർക്ക് വഴിമാറിക്കൊടുത്തു. പിന്നെ ഞാൻ ഒരുപാട് ഖേദിച്ചു. എന്റെ മടിയിൽ കിടക്കുന്ന റസൂലിനെ ഒരല്പനേരം കൂടി എനിക്ക് ഓമനിച്ച് അവിടെ തന്നെ അങ്ങനെ ഇരിക്കാമായിരുന്നു. പിന്നെ അതെനിക്ക് പറ്റിയില്ലല്ലോ. കുറച്ചേരോടെയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടുകാരോട് വിവരം പറഞ്ഞാൽ മതിയിരുന്നു. എനിക്ക് എന്റെ പുണ്യനബിയെ ഒന്നുകൂടി ഓമനിക്കാമായിരുന്നല്ലോ. ഞാൻ ആ അവസരം നശിപ്പിച്ചു കളഞ്ഞല്ലോ, അബദ്ധമായി പോയി എന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. മരിച്ചു പിരിഞ്ഞാലും കൊതി തീരാത്ത ബന്ധത്തെ സമ്മാനിച്ച മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെയാവണം ഓരോ ഭർത്താവും, അങ്ങനെയാവണം ഓരോ ഭാര്യയും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സ്നേഹത്തിന്റെ പ്രകടനം നമ്മുടെ 2ാമത്തെ പോയിന്റ് മറക്കാതിരിക്കുക. സംഘാടകരോട് ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ്. ഇതൊരു 4 മണിക്കൂർ 5 മണിക്കൂർ നീണ്ടുന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് മുഴുവൻ പറയാൻ ഇവിടെ കഴിയൂല. നിങ്ങളെ സമയമാകുമ്പോൾ ധൈര്യസമേതം ഒന്ന് സൂചിപ്പിക്കണം. കാരണം പ്രത്യേകിച്ച് അസർ നിസ്കരിക്കാൻ സ്ത്രീകൾക്ക് വീട്ടിലെത്തിയിട്ട് വേണ്ടിവരും. അത് ഇവിടുത്തെ എത്ര അകലം നടക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ സംഘാടകർ സമയമാകുമ്പോൾ ഒന്ന് സൂചിപ്പിക്കണം. വേണ്ട, നമ്മൾ സവസ്തര് തീരുമാനിക്കും എത്ര മണിക്കാണ് നിർത്തണ്ടേ. എന്നോടൊരു 1.5 മണിക്കൂറൊക്കെ പറഞ്ഞു. ഇപ്പൊ 4:22 5 മണി അല്ലേ? എത്രക്കാത് തുടങ്ങിയത്? 3:30. 4:30 5. സംഘാടകർ പറഞ്ഞ സമയം കണക്കന്നെയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് 5 മണിക്ക് നിർത്താം. അവിടെ എവിടെ എത്തുന്നത് അവിടെ നിർക്കും. ടപ്പ് അങ്ങനെയാണ് നിർത്തും കേട്ടോ. ഇൻഷാ അല്ലാഹ്. നോക്കുക ഇനിയിപ്പോ. അപ്പൊ സ്നേഹം പ്രകടിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോ നമ്മൾ ഇപ്പോഴൊക്കെ മനസ്സിൽ കാണാൻ എന്താണ്? സ്നേഹം പ്രകടിപ്പിക്കണല്ലേ ഓളോട്. അപ്പൊ എങ്ങനെ ഇക്കാരം നെത്താപ്പ ഓളൊക്കെ ഒരു കഥ ആയിക്കോട്ടെ. ഓളിപ്പത് കേൾക്കുണ്ടാവും ചിലപ്പോ. എന്നാ ഓളിട്ട് തുടങ്ങട്ടെ. അതാണ് 3ാമത്തെ പോയിന്റ്. ഓളിങ്ങോട്ട് തുടങ്ങട്ടെ, മൂപ്പരിങ്ങോട്ട് തുടങ്ങട്ടെ, കാത്തുക്കണ്ട. 3ാമത്തെ പോയിന്റ് ആകൃഷ്ടനാവലാണ്, കാത്തു നിൽക്കലല്ല. ഇന്നങ്ങോട്ട് സ്നേഹിക്കട്ടെ എന്ന് വെച്ച് കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത്. എബ്രഹാം ലിങ്കന്റെ ഒരു വാക്ക് പറഞ്ഞുതരാം. 30 ആണ്ടുകൾ ഒരാളുടെ സ്നേഹം പിടിച്ചു പറ്റാൻ പിന്നാലെ നടക്കുന്നതിനേക്കാൾ, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കട്ടെ എന്നിട്ടാകാം നമുക്ക് അങ്ങോട്ട് തുടങ്ങല് എന്ന് കാത്തിരിക്കുന്നതിനേക്കാൾ നല്ലത് 3 നിമിഷം കൊണ്ട് നീ അങ്ങോട്ട് സ്നേഹം തുടങ്ങലാണ്. ഇങ്ങോട്ട് കാത്തുക്കണ്ട. ഇങ്ങോട്ട് സ്നേഹിച്ചാലും ശരി സ്നേഹിച്ചില്ലെങ്കിലും ശരി അങ്ങോട്ട് ഗംഭീരമായി തുടങ്ങുക. നിർബന്ധമായിട്ട് അത് ഇങ്ങോട്ട് കിട്ടും. അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടൽ നിർബന്ധമാണ്. അതങ്ങനെ വീഴും. ആരും അങ്ങനെ വീണുപോകും. നന്നായി സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ. കൊറിയക്കാര് തങ്ങളുടെ മക്കളെ കല്യാണം കഴിക്കാൻ ഒരുക്കുന്ന നേരത്ത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്. ഇതിന്റെ അനുബന്ധമായിട്ട് പറയേണ്ടത്. അവരെന്താ പറയാന്നറിയോ? മക്കളെ, കുടുംബം സന്തുഷ്ടമാകാൻ ഒരു ഉപദേശം തരാം. സ്നേഹം കുടുംബത്തിനകത്ത് സാധാരണ 2 തരത്തിലുണ്ടാവാറുണ്ട്. അതിൽ 1ാമത്തെ സ്നേഹം ഇങ്ങനെയാണ്: ഐ ലവ് യു ബട്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ. അതാണ് ഒരു സ്നേഹം. 2ാമത്തെ സ്നേഹം പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ബട്ട് ഐ ലവ് യു. 1ാമത്തെ സ്നേഹം ഐ ലവ് യു ബട്ട്. 2ാമത്തെ സ്നേഹം ബട്ട് ഐ ലവ് യു പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എങ്ങനെ ഇപ്പൊ ഇതൊന്ന് വിശദീകരിക്കുക? എൻ്റെ അടുത്ത് മുമ്പിലുള്ളവരായതുകൊണ്ട് ഞാൻ വീണ്ടും പെണ്ണുങ്ങളെ ഉദാഹരണമാക്കട്ടെ. പുതിയാപ്പിള പറഞ്ഞു, എടേ ഇന്നൊരു കല്യാണം ഉണ്ട്, ഞാൻ ഇപ്പം അടുത്ത വാങ്ങിയ മീറ്ററിന് 3000 റുപ്യൊക്കെ വിലയുള്ള കുപ്പായുണ്ടല്ലോ, അതൊന്ന് വിസിലിട്ട് ഇടുന്നരോ. വേഗം ഒരു വിസിലിടാൻ പോയി. വിസിലിട്ട് വരുന്ന സമയത്ത് കണ്ണുമോറൊക്കെ ആകെ വാടിയിക്കണ്. എന്താ പറ്റി ഇങ്ങനെ മെല്ലെ മെല്ലെ വരുന്നു? ഐ ലവ് യു ബട്ടാണ് കേട്ടോ പറയാൻ പോണത്. ഐ ലവ് യു ബട്ടാ പറയാൻ പോണത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പക്ഷേ അതാ പറയാൻ പോണത്. ഓളെ കണ്ണുമോറൊക്കെ ആകെ വാടിക്കണ്. എന്തിയാപ്പത് നോക്കെന്ന്
നിങ്ങളാ കുപ്പായല്ലേ? ആ, അത് കരിഞ്ഞിൻ്റെക്കുന്ന് ഇസ്തിരിട്ടപ്പോ കരിഞ്ഞുപോയി. കരിയേ ഞാൻ ആ കുക്കർ കൂക്കിയപ്പോ പാഞ്ഞു പോയതിരുന്ന് തിരിച്ചു വന്നപ്പോ ഇത് കത്തിക്കണ്. ഇനിയിപ്പോ എന്താ കാട്ടുക? അല്ലെങ്കിലും എനിക്കറിയാം എന്റെ കുപ്പായം എന്നല്ല, എന്നെ തന്നെ എനിക്ക് ശ്രദ്ധ ചെല്ല. പിന്നെ ഉണ്ടോ കുപ്പായത്തിന്റെ കാര്യത്തിൽ പറയാൻ 3000 റുപ്യ വരെ ഞാൻ ഇപ്പൊ എങ്ങനെ അതിൽ പോവാ? മനുഷ്യൻ പൂജിച്ച് കാത്തിരിക്കരുന്ന്, അതങ്ങോട്ട് കൊണ്ടുപോയി കത്തിച്ച് അടുപ്പിൽ എന്റെ പരിപാടി ഇങ്ങനെ പറയാൻ തുടങ്ങി. വല്ലാതെ കത്തിക്കേരി. ഇനി ഞാൻ പറയാത്തൊക്കെ മുപ്പര് പറഞ്ഞു കേട്ടോ. അങ്ങനെ കത്തിക്കേരി പറഞ്ഞപ്പോ പെണ്ണിടങ്ങാറായപ്പോ ഒരു ചോദ്യം ചോദിച്ചു, എന്നാലൊന്ന് ഇത്രയൊക്കെ നിങ്ങൾ പറയണ്ടോ? നിങ്ങൾക്ക് എന്നോട് ഇത്ര സ്നേഹം കരുണ ഇല്ലാതായി പോയല്ലോ. അപ്പൊ മൂപ്പര് പറയും, എനിക്ക് എന്നോട് സ്നേഹമൊക്കെ ഉണ്ട്, അയച്ചിട്ട് കുപ്പായം കത്തിക്കല. ഐ ലവ് യു ബട്ട് സ്നേഹമൊക്കെ തന്നെയാണ് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടില്ല ബട്ട് അതാണ്. ഇനി ഇതേ സ്നേഹം തന്നെ ബട്ട് ഐ ലവ് യു ആയാലും എങ്ങനെ ഉണ്ടാവും നോക്കുക. പെണ്ണിങ്ങനെ ഇടങ്ങാറായിട്ട് വരികയാണ്. എന്താടി എന്റെ മുഖത്തൊക്കെ ഒരു വാട്ടം? അതൊന്ന് നിങ്ങളെ കുപ്പായം എൻ്റെ ഒന്ന് കത്തിപ്പോ. കത്തിയാ? ഇജിപ്പോ അത് കത്തിക്കൂലെന്ന് എനിക്കറിയല്ല. അത് സാരല്ല, ഒരു കാര്യം ചെയ്യും, അവളെ ഷെൽഫിലുള്ള മറ്റേ കുപ്പായില്ല അതൊന്നും എടുത്ത് വേഗം തേച്ചു. അല്ല നിങ്ങളിപ്പോൾ ഇത് 3000 റുപ്യൊക്കെ വാങ്ങി വലിയ പൂതി വെച്ച് വാങ്ങി ഇന്നാ പരിപാടിക്ക് പോകുമ്പോൾ ഇടണം എന്നൊക്കെ കരുതി, അല്ലെങ്കിൽ കല്യാണത്തിന് പോകുമ്പോൾ ഇടണം എന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾക്കൊരു ഇടങ്ങാറൊക്കെ തോന്നില്ലേ? ഇടങ്ങാറൊക്കെ ഉണ്ട് എന്നെഴുതിയിട്ട് ഇപ്പൊ എന്താ പേര് ചെയ്യാനുള്ളത്? അല്ല ഞാനിപ്പത് എന്താ ഞാനിപ്പത് അങ്ങനെയൊന്നും പറയണ്ട. കുപ്പായം എന്നല്ല, ഇയാണ് എനിക്ക് വലുത്. ആ കുപ്പായം അത് അങ്ങനെ തന്നെയാണ്, അത് 3000 രൂപൻ്റെതാണ്, ഇന്ന് പോകേണ്ടതാണ്, ആദ്യമായിട്ട് ഇടുകയാണ്, പുതിയതാണ്, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും എന്റെ പൊന്നെ എന്നെക്കാട്ടൊക്കെ വലുത് എന്നല്ലേ? കുപ്പായം പോട്ടെ വേറത്തേക്ക്. ബട്ട് ഐ ലവ് യു, അതിലൊക്കെ അപ്പുറത്ത് എനിക്ക് നീയാണ് എന്ന് സ്നേഹിക്കാൻ നമുക്ക് പറ്റുമോ? കൊറിയക്കാര് പറയണം, ഈ രണ്ടാമത്തെ സ്നേഹമാണ് കുടുംബത്തെ സന്തുഷ്ടമാക്കുന്നതും കുടുംബത്തെ സ്വർഗമാക്കുന്നതും. അതുകൊണ്ട് നിങ്ങൾ ഐ ലവ് യു ബട്ടാകരുത്, ബട്ട് ഐ ലവ് യുടെ ആളുകളാകണം എന്ന് മക്കളെ അവർ ഉപദേശിക്കാറുണ്ടത്രേ. അതുകൊണ്ട് ഇങ്ങോട്ട് കാത്തിക്കണ്ട, അങ്ങോട്ട് തുടങ്ങിക്കോളി. നല്ല രസകരമായ ഒരു കഥയും കൂടി പറയട്ടെ. ചൈനയിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നത്രേ. ഈ പണ്ഡിതൻ ഒരു വല്ലാത്ത മോഹം, സ്വർഗം കാണണം നരകവും കാണണം. ഇത് കെട്ടുകഥയാണ് കേട്ടാ, കെട്ടുകഥയാണ്. ഞാൻ വീണ്ടും പറയുന്നു, മൂല്യമാര് തൊപ്പിട്ട് പറഞ്ഞൊക്കെ ബുഖാരിയിലുള്ളതെന്ന് വിചാരിക്കണ്ട. അങ്ങനെ ഈ പണ്ഡിതന് പക്ഷെ സ്വർഗം നരകം കാണാൻ ഒരു വകുപ്പില്ലല്ലോ. അവസാനം മനഃശാസ്ത്രമുണ്ട്, മനുഷ്യൻ വല്ലാതെ മനസ്സിലാഗ്രഹിച്ച സ്വപ്നത്തിലൂടെ സാധിക്കുമെന്ന്. സ്വപ്നത്തിലൂടെ സാധിക്കും. അങ്ങനെ ഇയാൾ സ്വപ്നം കാണണം. എന്ത്? 2 മലക്കുകൾ, 2 മാലാഖമാർ ഇയാളെ കാണാൻ വരികയാണ്. എന്നിട്ട് ഞങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരാണ്, അങ്ങേക്ക് സ്വർഗവും നരകവും കാണണ്ടേ? ഇയാൾ വേഗം പറഞ്ഞു, എനിക്ക് കാണണം എന്ന് പറഞ്ഞു. എന്നാൽ എന്റെ കൂടെ വരൂ. ഇയാൾ പോയി. വന്നിട്ട് മാലാഖ ചോദിച്ചു പോണ വഴിയിൽ നിങ്ങൾക്ക് ആദ്യം സ്വർഗം കാണണോ അതോ നരകം കാണണോ? ആ സമയത്ത് ഇയാൾ മാലാഖമാരോട് പറഞ്ഞു, എനിക്ക് ആദ്യം നരകം പിന്നെ സ്വർഗം, സ്വർഗത്തിന്റെ സുന്ദര ഓർമ്മകളുമായി നാട്ടിലേക്ക് തിരിച്ചു വരണം, അതാണ് എന്റെ മോഹം. എന്നാൽ ഇതാ നരകം കണ്ടോളൂ. നരകത്തിൽ കയറി നോക്കി, അത്ഭുതപ്പെട്ടുപോയി. അവിടെ ഭയങ്കര തീ ഉണ്ടാവും അങ്ങനെയൊക്കെയല്ലേ കേട്ടോ? അതൊന്നുമില്ല. നല്ല മനോഹരമായ തീന്മേശ ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഭക്ഷണം വിഭവസമൃദ്ധമായി വിളമ്പി വെച്ചിട്ടുണ്ട്. അതിന്റെ ചുറ്റുഭാഗത്തും നരകക്കാരായ ആളുകൾ എങ്ങനെ ഇരിക്കണു. അവരെ മുഖത്തേക്ക് നോക്കിയപ്പോ അവരാകെ പട്ടിണിക്കോലങ്ങളാണ്. കണ്ണൊക്കെ കുഴിഞ്ഞ്, കവളൊക്കെ ഒട്ടി, ചുണ്ടൊക്കെ വരണ്ട്, അയ്യോ ഭാവം എന്ന മട്ടിൽ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണ്. വിശന്നിട്ട് വയ്യേന്നും പറഞ്ഞാ കരയണത്. അപ്പൊ ഈ ചൈനാ പണ്ഡിതൻ അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളല്ലേ മുമ്പിലല്ലേ ഭക്ഷണം വിളമ്പി വെച്ചിരിക്കുന്നത്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പൊ അവരൊക്കെയും അവരുടെ കൈകൾ ഇങ്ങനെ പൊക്കി കാണിച്ചു. നോക്കുമ്പോ അവരുടെ 2 കൈകളിലും വലിയ സ്പൂണുകൾ കെട്ടിവെച്ചിരിക്കുന്നു, വലിയ നീറുള്ള സ്പൂണ്. അവര് പറയാണ്, ഈ ഭക്ഷണം കോരി തിന്നേണ്ടത് ഞങ്ങൾ ഈ സ്പൂൺ കൊണ്ടാണ്. ഈ സ്പൂൺ കൊണ്ട് കോരിയിട്ട് വായിലാക്കുമ്പോൾ വായിക്ക് എത്തുന്നില്ല, അത് വേറെ എവിടെ പോയി വീഴാണ്. കാരണം സ്പൂണ് ഭയങ്കര നീട്ടാണ്, ഞങ്ങൾക്കിത് തിന്നാൻ പറ്റില്ല. അപ്പൊ ചൈനാ പണ്ഡിതൻ പറയാണ്, ഇക്കോലത്തിൽ വിശന്നിട്ട് വിഭവസമൃദ്ധമായ ആഹാരം കണ്ട് നുണഞ്ഞുകൊണ്ടിരിക്കുക, ഇത് വല്ലാത്തൊരു നരകം തന്നെയാണോ? മൂപ്പര് പോയി. ഇനി നമുക്ക് സ്വർഗം കാണാം. സ്വർഗത്ത് ചെന്നപ്പോ ചൈനാ പണ്ഡിതൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താ? നരകത്ത് കണ്ട അതേ കാഴ്ച, വിഭവസമൃദ്ധമായ ആഹാരം, അതിന്റെ ചുറ്റുഭാഗത്തും ആൾക്കാരിയ്ക്കണ്. അപ്പൊ ഇതെന്ത് കഥ? നരകവും സ്വർഗവും ഒരേ മാതിരിയോ? പക്ഷെ സ്വർഗക്കാരെ നോക്കിയപ്പോ ചിരിച്ച് കളിച്ച് ചുവന്ന് തുടുത്ത് നല്ല ഉത്സാഹഭരിതരായി സന്തുഷ്ടരായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഭക്ഷണത്തിലേക്ക് നോക്കിയപ്പോ ഭക്ഷണം കഴിച്ചതിന്റെ പാടുകളും കാണാറുണ്ട്. അപ്പൊ പിന്നെ ഇയാൾക്ക് മനസ്സിലായി, ഇവരുടെ കൈകളിൽ സ്പൂണ് കെട്ടി വെച്ചിട്ടുണ്ടാവൂല. അപ്പൊ ഒരു ഉഷാറായി കുശാലായി തിന്നതായിരിക്കും. ഒന്ന് ഉറപ്പ് വരുത്താൻ ടേബിളിന്റെ അടിയിൽ കൂടി ഇയാൾ ഇങ്ങനെ കുനിഞ്ഞു നോക്കാൻ ശ്രമിച്ചപ്പോ സ്വർഗക്കാരുടെ നേതാവ് കൈപൊക്കിയിട്ട് കാണിച്ചു, നോക്കണ്ട നോക്കണ്ട, ഞങ്ങളുടെ കൈകളിലും അപ്രകാരം സ്പൂണുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പൊക്കി കാണിച്ചു കൊടുത്തു. നരകക്കാരുടെ കയ്യിലുള്ള അതേ വലിപ്പത്തിലുള്ള 1 സെന്റിമീറ്റർ പോലും മാറ്റമില്ല, അതേ വലിപ്പത്തിലുള്ള സ്പൂണ്. അപ്പൊ ചൈനാ പണ്ഡിതൻ അത്ഭുതപ്പെട്ട്, പിന്നെ എങ്ങനെ?
പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി? അപ്പോ നേതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണ്, ഈ ഭക്ഷണം കൊണ്ട് കോരിയിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. എന്റെ വായിക്കത് പാകല്ല, ശരിയാണ്. എന്റെ വായിലേക്ക് ഇത് പാകമല്ലെങ്കിലും എന്റെ സുഹൃത്തിന്റെ വായിലേക്ക് ഇത് പാകമാണ്. ഞാൻ കോരിയിട്ട് അവന് കൊടുക്കും, അവൻ കോരിയിട്ട് എനിക്കും തരും. ഇതാണ് ഞങ്ങളെ സ്വർഗം. കുടുംബത്തിന് ഇത് ബാധകമാണ്. കുടുംബം സ്വർഗാവണോ? എന്റെ വായിക്ക് അവനാനെ മാത്രം ഫോക്കസ് ചെയ്ത് വിചാരിച്ചാൽ ഒക്കെ എന്റെ സുഖം എന്ന് വിചാരിച്ചാൽ നരകണ്ടായി. എനിക്ക് വലിയ സുഖമില്ലെങ്കിൽ ഓക്കെങ്കിലും ഒരു സുഖാവട്ടെ എന്ന് കരുതിയാലോ സ്വർഗായി. രണ്ടാളത് വിചാരിക്കും. അതുകൊണ്ടൊക്കെ അവനവനിൽ കേന്ദ്രീകരിച്ച് ചിന്തിക്കാതെ അങ്ങോട്ട് കൊടുക്കണതിനെ കുറിച്ച് രണ്ടാളും ആലോചിക്കും. ഓക്കിഞ്ഞിപ്പോ എന്താ ഞാൻ കൊടുക്കേണ്ടത് എന്ന് പുതിയാപ്പളിയും, മൂപ്പരക്കിഞ്ഞ് എന്താ കൊടുക്കേണ്ടത് എന്ന് പുതിയെണ്ണം ചിന്തിക്കാൻ തുടങ്ങിയ സ്വർഗായി. ഇതാണ് ഞങ്ങളുടെ സ്വർഗം. ഞാൻ കോരിയിട്ട് അങ്ങോട്ട് കൊടുക്കും, മൂപ്പര കോരിയിട്ട് ഇങ്ങോട്ട് തരും. അങ്ങനെ ഞങ്ങളെ സ്വർഗം ഉണ്ടായി. അള്ളാഹു പരസ്പരം ഉള്ളറിഞ്ഞ് സ്നേഹിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മൾ മുഖാമുഖം നോക്കിയൊന്ന് ഇരുന്നിട്ട് എത്ര കാലായി? നാളെ സ്വർഗത്തിലും കിട്ടേണ്ട ഏണയല്ലേ? ഒന്ന് കണ്ടു പരിചയിച്ചാൽ അവിടുന്ന് ആള് മാറണ്ട. ഒന്ന് മുഖത്തേക്ക് നോക്കിയിട്ട് എത്ര കാലായി? ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട് എത്ര കാലായി? ഒന്ന് പുറത്ത് തലോടിയിട്ട് എത്ര കാലായി? എന്താപ്പ എന്റെ വർത്താനക്ക് സുഖം തന്നെ ലടിയേ, അല്ലെങ്കിൽ എന്താപ്പ നിങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് എത്ര കാലായി? എവിടുക്കാതെ നീട്ടിവെക്കണ്? ഇവിടെ നിന്ന് അനുഭവിക്കേണ്ട ഈ സ്നേഹം എന്തിന് നിങ്ങൾ കബർക്ക് മാറ്റിവെക്കണ്? മരിച്ചു പോയാൽ എടുത്തു പറയാൻ ഒരുപാട് പുണ്യങ്ങൾ ബാക്കി വെക്കാതെ പോയവൻ ഭൂമിക്ക് ഭാരമാണെന്ന സംസ്കൃത ശ്ലോകമുണ്ട്. യസ്യ വൃത്തം നജൽപന്തി മാനവാ മഹാദ്ഭുതം രാശിവർദ്ധന മാത്രം സ നൈവ സ്ത്രീ ന പുനഃപൂമാൻ. പിൽക്കാലക്കാർക്ക് എടുത്തു പറയാൻ പുണ്യങ്ങളൊന്നും ചെയ്തു വെക്കാതെ പോകുന്ന മനുഷ്യ, നീ ആണുമല്ല, നീ പെണ്ണുമല്ല, നീ വേറെന്തോ ഒരു സാധനമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ കുറിച്ചും ഭർത്താവിന് മിസ് ചെയ്യണം. ഭാര്യ കാണാനില്ലാതെ ഭാര്യ മരിച്ചുപോയാൽ ഭർത്താവിന് പിന്നെ നിക്കക്കള്ളില്ല. അങ്ങനെ തന്നെ വേണം. ആ ഓർമ്മയിൽ തേങ്ങിയിട്ട് അല്ലാ എന്ന് പറയണം. ഞാൻ കണ്ണലീപ്പിക്കുന്ന കാഴ്ച കണ്ടിട്ടുണ്ട്. എന്റെ അയൽവാസിയായ, ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്റെ നാട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുപോയ ഒരു പെണ്ണിന്റെ ഭർത്താവ് വർഷങ്ങൾക്ക് ശേഷവും ഖബറിങ്ങിൽ നിന്ന് തേങ്ങണത് ഞാൻ കണ്ടിട്ടുണ്ട്. ചെറുപ്പകാലത്ത് തന്നെ മരിച്ചുപോയി. സന്ദർഭവശാൽ ഒരു ദിവസം ബാങ്കരക്ക് യാത്ര പോകുമ്പോൾ ഈ പുതിയാപ്പളിന്റെ ഉപ്പാനെ ഞാൻ കണ്ടു. നിങ്ങൾ ആരാണ്? വലിയ ഉസ്താദാണ്. നിങ്ങൾ ആരാണ്, എന്താണ് എന്നൊക്കെ പരിചയപ്പെട്ടപ്പോ എന്നെ പരിചയപ്പെടുത്താൻ ഏറ്റവും നല്ലൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടേ, ഇന്നാലിന്ന ആളുടെ മകളുടെ ഭർത്താവിന്റെ വാപ്പയാണ് ഞാൻ. അപ്പൊ എനിക്ക് വേഗം മനസ്സിലായി. ഞാൻ എന്റെ കോളേജിലേക്ക് പോകാൻ അതിരാവിലെ, കോളേജിൽ അസംബ്ലിയൊക്കെ ഉണ്ടാകുമ്പോൾ കുറെ നേരെ സുബീസ്കരിച്ച് ഉടനെ പോകും. ആ സമയത്ത് പള്ളിക്കാട്ടിൽ നിന്നുകൊണ്ട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന, മരിച്ചുപോയിട്ട് കാലം കുറയായി, ഗൾഫിൽ നിന്ന് വന്ന ആദ്യം വരുന്നത് ഖബറിങ്ങിലേക്ക്. ഇപ്പൊ വേറെ ഭാര്യയുണ്ട്. പക്ഷേ ആ ഖബറിങ്ങിൽ നിന്ന് തേങ്ങുന്ന, പിന്നെയും പിന്നെയും തേങ്ങാൻ പ്രേരിപ്പിക്കുന്ന സ്നേഹബന്ധം. ഈ വാപ്പ പറയാണ്, ഓളൊരു വല്ലാത്ത കുട്ടിയായിരുന്നു. പിന്നെയും പിന്നെയും ആവർത്തിച്ച് ഓളൊരു വല്ലാത്ത കുട്ടിയായിരുന്നു. ഇങ്ങനെ സ്നേഹിക്കാൻ നമുക്കൊക്കെ കഴിവുണ്ട് സഹോദരന്മാരെ. ഇത് കൊടുത്ത് ആളുകളുടെ മനസ്സ് നിറയിപ്പിക്ക്. അതിനേക്കാൾ വലിയൊരു ഇബാദത്തുണ്ടോ? അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി തആല ഇദ്ഖാലു സുറൂരി ഫീ ഖൽബിൽ മുഅ്മിൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി അടിമകളുടെ മനസ്സിലേക്ക്, മനുഷ്യരുടെ മനസ്സിലേക്ക് സന്തോഷം കടത്തിക്കൊടുക്കല, എല്ലാരെയും സന്തോഷിപ്പിക്കലാണ്. ഭാര്യ സന്തോഷിക്കട്ടെ, ഭർത്താവ് സന്തോഷിക്കട്ടെ, ബാപ്പിയമ്മയും അമ്മായിമ്മയും അമ്മോശങ്കാക്കിയും മക്കൾ എല്ലാവരും സന്തോഷിക്കട്ടെ. അതിന് നമ്മളെ കൊണ്ട് കഴിയുമല്ലോ. സ്നേഹിക്കാൻ തുടങ്ങും. നിരുപാധികം സ്നേഹം അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ 4ാമത്തെ പോയിന്റ്, 3 പോയിന്റ് പറഞ്ഞിട്ടോ. 4ാമത്തെ പോയിന്റ്, കുടുംബത്തിനകത്ത് മര്യാദ പുലർത്തുക. വലിയ തറവാടാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പെരുമാറ്റം, നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. നമ്മുടെ കുടുംബത്തിലെ കുട്ടികൾ, നോക്കണം, നമ്മുടെ കുടുംബത്തിലെ കുട്ടികളുടെ സംസ്കാരം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ? വീടിനകത്ത് നിന്നാണ്. അവരുടെ പെരുമാറ്റം, അവരുടെ പ്രകൃതം, അവരുടെ ശൈലി എല്ലാം രൂപപ്പെടുന്നത്. നമ്മൾ മലപ്പുറം ജില്ലക്കാരെ എജ്ജോടക്കാടാ പോണെന്ന് ചോദിക്കുമല്ലോ. തൃശ്ശൂർ ജില്ലക്കാരൻ നീ എങ്ങോട്ടാ പോണേ എന്ന് ചോദിക്കുമല്ലോ. ആരാണ് തൃശ്ശൂർ ജില്ലക്കാരനായ കുഞ്ഞിനത് പഠിപ്പിച്ചു കൊടുത്തത്? നമ്മളേതെങ്കിലും സ്കൂൾ ചേർത്തിട്ട്, അല്ലെങ്കിൽ നമ്മളൊക്കെ മക്കളെ വിളിച്ച്, മക്കളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഈ കുന്നുംപുറം പരിസരത്ത് അഥവാ മലപ്പുറം ജില്ലയിലുള്ളതാ. നമ്മളെ ഭാഷ എങ്ങനെയെന്നറിയോ? ജ്, കജ്, പജ് അതൊക്കെ തന്നെ പഠിപ്പിച്ചോളിട്ടാ, അങ്ങനൊക്കെ തന്നെ പറഞ്ഞിട്ടാ. നെയ്യെന്നെങ്ങാനും പറഞ്ഞാൽ ജില്ല മാറിപ്പോകും എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്ത് ക്ലാസ് കൊടുക്കാറുണ്ടോ? ഇല്ല. തന്നാലെ പഠിക്കണം. മാതൃഭാഷ എങ്ങനെയാ കുട്ടികൾ പഠിക്കുന്നത്? തന്നാലെ പഠിക്കണം, സ്കൂളിൽ പോയിട്ട് പഠിക്കണതല്ല. അപ്രകാരം തന്നെയാണ് പ്രകൃതം. അതുകൊണ്ടാണ് പുണ്യനബി പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ശുദ്ധമായി എവിടേക്കും വളക്കാൻ പാകത്തിന് കുഞ്ഞു ജനിക്കുന്നു. പിന്നെ വളക്കണതൊക്കെ ആരാ? അബവാഹു, ഉമ്മയും ബാപ്പയും.
വീട്ടിന്റെ അകത്തെ സാഹചര്യം. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളുടെ വീട്ടിൽ രാത്രി സമയത്ത് യാദൃശികമായിട്ട് എത്തിപ്പെട്ടപ്പോ തങ്ങളവറുകളുടെ കുട്ടി 4-5 വയസ്സുള്ള കുട്ടി അവിടേക്ക് അങ്ങനെ നടന്നു വന്ന സമയത്ത് നിങ്ങളിപ്പോ ഇങ്ങോട്ട് വന്നോ, നിങ്ങളിപ്പോഴും ഉറങ്ങിയിട്ടില്ലേ, നിങ്ങൾ പോയി ഉറങ്ങിക്കോലിട്ടോ. നിങ്ങൾ എന്നും മകനെ സംബോധന ചെയ്യുന്ന പിതാവിന്റെ വീട്ടിലുണ്ടാകുന്ന സംസ്കാരം അത് വേറൊന്നാണ്. റെസ്പെക്ട് ചൈൽഡ് ആസ് എ പേഴ്സൺ. ഒരു വ്യക്തി എന്ന പരിഗണന കുഞ്ഞിനും കൊടുക്കണം. എന്റെ കുട്ടിയെ പോടാ, അങ്ങനല്ല. കുട്ടിയെ നമ്മൾ ആദരിക്കാൻ തന്നെ അവനെ കണ്ടാൽ നീച്ചിക്കണം എന്നല്ല, അവനൊരു മാന്യനായ വ്യക്തിയായിട്ട് അംഗീകരിച്ച് അവനോട് പെരുമാറുമ്പോൾ അവൻ വലിയ ഒരാളാകും. റോബർട്ട് റോസൻഡൽ, ഞാനിപ്പോൾ അത് പറഞ്ഞാൽ വേറെ വിഷയത്തിൽ വല്ലാതെ പോയി പോവും. അവരെ പോട്ടെ, ഞാൻ വിട്ടു. അത് നിങ്ങളുടെ പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ സുബൈറുദ്ദീയുടെ വാക്യത്തിൽ വന്നു വന്നേക്കാം. അപ്പൊ വീട്ടിനകത്ത് കുലീനമായ സാഹചര്യവും അന്തരീക്ഷവും ഉണ്ടാക്കണം. പറഞ്ഞു തുടങ്ങിയതുകൊണ്ടാണ് പറയലേ. റോബർട്ട് റോസൻഡൽ എന്ന മനഃശാസ്ത്ര വിശാരദൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, അവരെങ്ങനെയായി കിട്ടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്ന് കരുതി ഇന്നേ പെരുമാറൂ. ഇത് ഭാര്യയുടെ കാര്യത്തിലും ഭർത്താവിന്റെ കാര്യത്തിലൊക്കെ ബാധക. നിങ്ങളുടെ ഭാര്യ എങ്ങനെയാവണമെന്നാ നിങ്ങളുടെ മോഹം, നിങ്ങളുടെ ഭർത്താവ് എങ്ങനെയാവണമെന്നാ നിങ്ങളുടെ മോഹം, നിങ്ങളുടെ മക്കൾ എങ്ങനെയാവണമെന്നാ നിങ്ങളുടെ മോഹം. ഇപ്പൊ അങ്ങനെ അല്ലല്ലേ, ശരി. ഇപ്പൊ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുക? അങ്ങനെ ഇപ്പൊ പെരുമാറാൻ തുടങ്ങും, എന്നാൽ അവരങ്ങനെ ആയി കിട്ടും. അതിന് അദ്ദേഹം പറഞ്ഞ ഉദാഹരണം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു പബ്ലിക് സ്കൂളിൽ ചെന്നു. റോബർട്ട് റോസൻഡൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ വലിയ പ്രൊഫസറാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയട്ടെ, ചായ പിന്നെ ചായ തന്നെ ഇവിടെ നേരത്തെ ഒരു ചായ എടുത്തില്ലേ, എന്റെ ബാക്കിയാണ് അല്ലേ? റോബർട്ട് റോസൻഡൽ പബ്ലിക് സ്കൂളിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ വികസനത്തിന് ആവശ്യമായ പുതിയ ടൂൾ, പുതിയൊരു സംവിധാനം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സ്കൂളിൽ അത് നടപ്പിലാക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ലക്ഷങ്ങൾ കൊടുത്താൽ മാത്രം കിട്ടുന്ന ആൾ സൗജന്യമായിട്ട് വന്ന് ഓഫർ പറഞ്ഞപ്പോൾ ഞെട്ടിത്തെറിച്ച അധ്യാപകരും പ്രിൻസിപ്പളും പറഞ്ഞു, യെസ് സാർ, ഞങ്ങൾക്ക് വേണം. എന്നാൽ എല്ലാ ക്ലാസ്സും കയറി ഇറങ്ങാൻ എനിക്കൊരു അവസരം തരണം. ഇയാൾ ട്രിച്ചിട്ട് എല്ലായിടത്തും പോയി വന്നു. പ്രിൻസിപ്പാളെയും അധ്യാപകരെയൊക്കെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, അയാൾ പറഞ്ഞല്ല ഞാൻ പറഞ്ഞത്, അയാൾ പറഞ്ഞത് നമ്മുടെ നാട്ടിന്റെ ഭാഷയിൽ ഞാൻ പറയണേ, നമ്മൾ 1-ാം ക്ലാസ്സിൽ 3-ാമത്തെ കുട്ടി, 7-ാമത്തെ കുട്ടി, 9-ാമത്തെ കുട്ടി, 16-ാമത്തെ കുട്ടി, 2-ാം ക്ലാസ്സിൽ 34-ാമത്തെ കുട്ടി, 18-ാമത്തെ കുട്ടി, 14-ാമത്തെ കുട്ടി, അങ്ങനെ ഓരോ ക്ലാസ്സിലെയും കുറെ കുട്ടികളുടെ നമ്പർ പറഞ്ഞു കൊടുത്തു. ഈ കുട്ടികളൊക്കെ വലിയ വലിയ സംഭവങ്ങളാവാനുള്ളവരാ, നമ്മുടെ നാടിന്റെ അസറ്റാണ്, പ്രതിഭാധനരാണ്. അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരാം. 6 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നു. എല്ലാവരെയും വിളിച്ചു ചേർത്തു. എന്താണ് നിങ്ങളുടെ റിസൾട്ട്? ആവേശത്തോടെ അധ്യാപകർ പറഞ്ഞു, സർ, നിങ്ങൾ പറഞ്ഞത് അപ്പടി ശരിയായി. 60 മുതൽ 90% വരെ കുട്ടികൾ മാർക്കിൽ അധികം നേടി. പക്ഷേ ഞങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അതൊന്നുമല്ല. ഈ കുറഞ്ഞ സമയം, അന്ന് നിങ്ങൾ വന്നപ്പോൾ വളരെ കുറച്ച് സമയമാണ്, ആയിരക്കണക്കിന് കുട്ടികളുള്ള ഈ സ്കൂളിൽ നിങ്ങൾ ചെലവഴിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് ഈ വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് ആ കുട്ടികളെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തിയത്? അതിനെന്ത് ടൂളാ നിങ്ങൾ ഉപയോഗിച്ചത്? അതൊന്ന് പറഞ്ഞു തരുമോ എന്ന്. ആ സമയത്ത് റോബർട്ട് റോസൻഡൽ പറയാണ്, സത്യം പറഞ്ഞ ആ കുട്ടികൾ ആരാന്ന് എനിക്ക് അറിയോ പോലുമില്ല. ഞാൻ ഓരോ ക്ലാസ്സിലും അങ്ങനെ പോയി പട്ടിക മറിച്ച് കുറെ നമ്പർ കടലാസിൽ എഴുതിയിട്ടുണ്ട് വന്നു, അത്രേ ഉള്ളൂ. എനിക്ക് കുട്ടികളെ അറിയുക പോലുമില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് പറഞ്ഞു അവർ വലിയ സംഭവമാണെന്ന്. ഞാൻ വലിയ സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഞാൻ വലിയ സംഭവമാണെന്ന് അവരെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ വലിയ സംഭവം നിങ്ങളും വിചാരിച്ച്, അങ്ങനെ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് അവരോട് പെരുമാറി. അപ്പൊ അവർ വലിയ സംഭവമായി മാറി. അവരെങ്ങനെയാകണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെന്ന് കരുതി ഇന്നേ പെരുമാറൂ. നല്ല മാർക്ക് വാങ്ങുന്ന, നല്ല അച്ചടക്കമുള്ള, 5 വക്ത് നിസ്കരിക്കണ, സുബീക്ക് നേരത്തെ നീക്കണ, സുബീ നിസ്കരിച്ച ഓതുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ എങ്ങനെ പെരുമാറുമോ അങ്ങനെ ഈ കോശറായി ചക്കനോട് പെരുമാറ്, ഇവൻ അങ്ങനെ ആയി കിട്ടുന്നു. അങ്ങനെ നിങ്ങളെ ഭാര്യയോട് ഭർത്താവിനോട് പെരുമാറ്, അവൻ അങ്ങനെ ആയി കിട്ടുന്നു. ഞാൻ പറയില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ തദീനു തുദാനു, നിങ്ങൾ എങ്ങനെ പെരുമാറുന്നുവോ അങ്ങനെ തിരിച്ചു പെരുമാറ്റം കിട്ടും. ഭാര്യയോട് എത്ര മാന്യമായി പെരുമാറുന്നുവോ തിരിച്ച് അതേപോലെ മാന്യമായ പെരുമാറ്റം നിങ്ങൾക്ക് ഇങ്ങോട്ടും കിട്ടും. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കമാ തദീനു തുദാനു, കമാ തദീനു തുദാനു. ഒരിക്കൽ ഹെൻറി ഫോർഡ് എന്ന് പറഞ്ഞ ഒരു വലിയ വ്യവസായ പ്രമുഖന്റെ, നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും, നമ്മുടെ നാട്ടിൽ ഫോർഡ് എന്ന പേരിലൊരു കാറില്ലേ, ഫോർഡ് കാറ്, അതൊക്കെ ഈ ഹെൻറി ഫോർഡിന്റെ കാർ കമ്പനിയിൽ നിന്ന് വരുന്നതാണ്. അയാളിപ്പില്ല. ഈ ഹെൻറി ഫോർഡിന്റെ വിവാഹ വാർഷികം, 25ാം വിവാഹ വാർഷികം, അതിൽ പത്രക്കാരൊക്കെ ഉണ്ട്, വലിയ വലിയ പ്രമുഖരൊക്കെ ഉണ്ട്. പത്രക്കാർ വന്നിട്ട് ചോദിച്ചു, സർ, നിങ്ങളുടെ വ്യവസായം വിജയിച്ചതിന്റെ പിന്നിലെ രഹസ്യം ഞങ്ങളോട് നിങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, എന്നാൽ നിങ്ങളുടെ കുടുംബജീവിതം വിജയിച്ചതിന്റെ രഹസ്യം നിങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചിട്ടില്ല, അതൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അവിടെ വെയിലത്തിരിക്കാൻ പ്രയാസമുണ്ടോ? ഇവിടെ ഇപ്പുറത്തെ സീറ്റുണ്ട്,
വെയിൽ കൊണ്ട് പ്രയാസം തോന്നുന്നവർക്ക് ഇവിടെ ഇടയിൽ സീറ്റിൻ്റെ അവിടെ വന്നിരിക്കാം. നമുക്കൊരു 20 മിനിറ്റ് കൂടി സമയമുണ്ട്. മാറണമെങ്കിൽ മാറിയിരിക്കാം. അങ്ങനെ നിങ്ങൾ പോക്കുവയിലാണ് കൊള്ളുന്നത്, ആരോഗ്യത്തിന് നല്ലതെന്ന് അഭിപ്രായമുള്ളവർക്ക് ഇരുന്ന് കൊള്ളും ചെയ്യാം. അല്ലെങ്കിൽ സദസ്സിന് അലങ്കോലാവുന്ന എഴുതി ഇങ്ങോട്ട് ഇരിക്കാതിരിക്കണ്ട. ആവശ്യം തോന്നുമ്പോൾ മാറിയിരിക്കട്ടോ. ഹെൻറി ഫോർഡ് പറയാണ്, എൻ്റെ കല്യാണത്തിൻ്റെ അന്ന് എൻ്റെ അമ്മോശൻ എനിക്കൊരു സമ്മാനം തന്നു. സമ്മാനം തരുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അമ്മോശൻ എന്നോട് പറഞ്ഞു, സമ്മാനം തരുമ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ജീവിതം സ്വർഗീയമാക്കാൻ ഉപകരിക്കുന്ന ഒരു മന്ത്രം ഇതിനകത്തുണ്ട്. എനിക്ക് ഭയങ്കര ഉത്കണ്ഠയായി, ഇതൊന്ന് പൊളിച്ചു പോകാൻ. ഞാൻ ആൾക്കാരൊക്കെ പോയി കിട്ടണ്ടേ. ആളുകളൊക്കെ പോയി എന്ന് കണ്ടപ്പോൾ ഞാൻ ആദ്യം കുതിച്ച് പാഞ്ഞത് ഈ സമ്മാന പൊതിയുടെ അടുത്തേക്കാണ്. അത് പറിച്ചു നോക്കി, എന്നിട്ട് എടുത്തു നോക്കി. അപ്പം എന്താ, ഒരു വാച്ച്. ഞാൻ ആകെ നിരാശനായി. വാച്ച് കൊണ്ട് ഇപ്പം എന്ത് മന്ത്രം ഉണ്ടാക്കാനാ? അല്ലല്ല, എൻ്റെ അമ്മോശൻ ഒരു പ്രഗത്ഭനാണ്, എന്തെങ്കിലുമൊക്കെ ഇതിലുണ്ടാകും. ഞാൻ തിരിച്ചു മറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഡയലിൽ, വാച്ചിൻ്റെ ഡയലിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു ചെറിയ വാചകം. ഞാനത് വായിച്ചു നോക്കി. സേ സംതിങ് നൈസ് ടു ഹെർ. അവളോട് അരുമയായിട്ടെന്തെങ്കിലും പറയൂ, അവളോട് അരുമയായിട്ടെന്തെങ്കിലും പറയൂ, അവളോട് സൗമ്യമായിട്ട് മൃദുലമായിട്ട് എന്തെങ്കിലും പറയൂ. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിൽ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ, മരിച്ചു പോകും, ഖിയാമത്ത് നാളുണ്ട് എന്നൊക്കെ ആർക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിലോ മിണ്ടാണ്ടിരിക്കട്ടെ. അമ്രാണ്, കൽപ്പനയാണ്. വായ തുറക്കുന്നോ നല്ലത് പറയും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. ഇതിലെന്താണത്? സേ സംതിങ് നൈസ് ടു ഹെർ. അവളോട് അരുമയായിട്ട് എന്തെങ്കിലും പറയും. വാച്ച് നോക്കുമ്പോൾ, സമയം നോക്കുമ്പോൾ എനിക്കിതിങ്ങനെ ഓർമ്മയാകും. അവളോട് അരുമയായിട്ട് പറയണം, അവളോട് അരുമയായിട്ട് പറയണം. എൻ്റെ വാക്കുകൾ സ്വാഭാവികമായും മൃദുലമായി, എൻ്റെ വാക്കുകൾ അരുമയോടെയായി. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ എന്നോടും തിരിച്ച് അങ്ങനെ പറയാൻ തുടങ്ങി. ഇന്ന് വരെ അത് പാലിക്കാൻ പറ്റി. അതാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ രഹസ്യം. ഒറ്റ വാക്ക്, സേ സംതിങ് നൈസ് ടു ഹെർ. കമാ തദീനു തുദാനു. ഇങ്ങോട്ട് പെരുമാറണം, അങ്ങോട്ട് എങ്ങനെ വേണോ പെരുമാറ്റം എന്ന് നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ തന്നെയാണ്. ഞാനൊരു കൗതുകം കാണു ചേർത്തേ. നമ്മളിപ്പോൾ ഭാര്യനോട് പോയിട്ട് അല്ലെങ്കിൽ ഭർത്താവിനോട് പോയിട്ട് നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പെരുമാറണം, അതുകൊണ്ടപ്പോൾ ഞാനൊക്കെ നിങ്ങളൊന്ന് മാറാണെന്നുണ്ടെങ്കിൽ ഞാനും മാറിക്കോളും. ഒരു കാര്യമില്ല, വിജയിക്കൂല. എന്നാൽ മാറട്ടേച്ചിട്ട് അങ്ങോട്ട് പണ്ടൊരു യജമാനന് 2 കഴുതകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2 കഴുതകൾ ഒന്ന് തെക്കോട്ട് മേഞ്ഞു പോകും, 2 വടക്കോട്ട് മേഞ്ഞു പോകും. പല പുതിയാപ്പിളാരും പുതിയണ്ണുങ്ങളും അങ്ങനെയൊക്കെ. ഒരാൾ തെക്കോട്ടാണെങ്കിൽ മറ്റാൾ വടക്കോട്ടേക്കാനോ. ഒരു പൊരുത്തുണ്ടാകാത്ത കോലത്തിലാണ് ജീവിച്ചു പോകുന്നത്. എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യത്തിൽ പറഞ്ഞ് കയറിപ്പോയതാണ്. പിശാചിന് അങ്ങനെ ഒരു പണിയുണ്ട്. പിശാച് നമ്മളെ വാക്കുകൾ പിടികൂടും. പ്രത്യേകിച്ച് അത് ആണുങ്ങൾ ശ്രദ്ധിക്കുക, പെണ്ണുങ്ങളും. എന്താണെന്നറിയോ, നാലിപ്പോ മൂപ്പർ എന്നോട് അങ്ങനെയല്ലേ പറഞ്ഞത്, അതിങ്ങനെ ചിന്തിപ്പിക്കും പിശാചി നമ്മളെ കൊണ്ട്. പിശാചി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയോ, വൈകുന്നേരം ആവണ സമയത്ത് പിശാചി തങ്ങളുടെ അനുയായികളൊക്കെ വിളിച്ചു ചേർക്കും. യോഗം വിളിച്ചു കൂടും, ഫീഡ്ബാക്ക് എടുക്കാൻ, ഇന്ന് എന്തൊക്കെ ഉണ്ടായി എന്നറിയാൻ വേണ്ടി. പിശാചി ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് മനസ്സിലാക്കാൻ ഈ സംഭവം കേട്ടാൽ മതി. എന്നിട്ട് ഓരോ പിശാചുക്കളോട് ചോദിക്കും, ഇതേപ്പറ്റി ഇന്ന് ചെയ്തത്? അവ പറയും, ഞാൻ ഇന്ന് 2 ആളെ കൊണ്ട് കളവ് നടത്തിപ്പിച്ചു. പിശാചിന്റെ കണ്ണുമോറും തെളിയില്ല. അപ്പൊ ഇജെന്തേടാ ചെയ്തത്? ഞാൻ ഇന്ന് ഒരാളെ വ്യഭിചരിപ്പിച്ചു. പിശാചിന്റെ കണ്ണുമോറും തെളിയില്ല. വേറെ ഇജെന്തേടാ ചെയ്തത്? ഞാൻ ഇന്നൊരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ പിണക്കി. പിശാചിന്റെ കണ്ണുമോറുകൊണ്ട് തെളി. ഇജാനടാ യഥാർത്ഥ ഇബ്ലീസ് എന്ന് പറഞ്ഞ് പുറത്ത് കൊട്ടു അത്രേ. അവൻ അഭിനന്ദിക്കുന്ന പറഞ്ഞത്. കുടുംബം കൊളാക്കുന്നതിനേക്കാളും വലിയൊരു തെറ്റ് പിശാചി ചെയ്യുന്നില്ല എന്നാ. കാരണം കുടുംബം കൊളായ സമൂഹമാണ് കൊളാകാൻ പോണത്. അതിന് പിശാചി പിന്നാലെ നടക്കും. നേരത്തെ പറഞ്ഞല്ലോ, അൽ വരി അല്ലയ്യിൻ, ആണിന്റെ ഒപ്പം പെണ്ണിന്റെ ഒപ്പം ഈച്ച പൊതിഞ്ഞ മാതിരി പിശാചുണ്ട്. ഓരോ വാക്കിലും പിടിച്ചു കയറിയിട്ട് ആ പറഞ്ഞത് അങ്ങനല്ലേ, ഈ പറഞ്ഞത് ഇങ്ങനല്ലേ, അയാളത് ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല. എന്നിട്ട് വ്യാഖ്യാനിച്ച് തർക്കിച്ച് അവസാനം എന്നാച്ചാണ്ട് കൂട്ടിക്കൂടെ കണ്ടോടുത്ത് പിണങ്ങിയല്ലോ, പിശാച് കൈയടിക്കും. അള്ളാഹുവിനെ സങ്കടപ്പെടുത്തി പിശാചിനെ കൈയടിപ്പിച്ച് ഈ കുടുംബം എന്തിനെ നമ്മൾ കൊളാക്കണം? ചെറിയ വാക്ക് ആരെങ്കിലും അനക്കങ്ങനെ തോന്നിയോ? സാരല്ല, അവിടെ തീരേണ്ടതാണത്. അനക്കങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് ഏതായാലും സാരല്ല വിഷമിക്കണ്ട എന്ന് പറയുന്ന സംസ്കാരം നമ്മൾ ഉണ്ടാക്കണം. വാശിയായാലോ, അനക്കങ്ങനെ തോന്നിയെങ്കിൽ ഞങ്ങളുടെ കൂട്ടിക്കൂട്, അനക്ക് എന്റെ വിശ്വാസം ലേറ്റല്ലേ, ഞാൻ പറഞ്ഞത് മനസ്സിലാവായിട്ടല്ലേ, എനിക്ക് എന്നോട് ഇഷ്ടം ലേറ്റല്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടല്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങിയ ഈ മുതലാളിന്റെ കഴുത മാതിരിയായി. ഒന്ന് തെക്കോട്ടായി, മറ്റേത് വടക്കോട്ടായി. മുതലാളി ആകെ കുടുങ്ങി. വൈകുന്നേരം അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും പോകണം. അവസാനം മൂപ്പർ ഒരു ടെക്നിക്ക് കാട്ടി. ഇത് രണ്ടിനും കൂടി ഒരു കയറുമ കെട്ടിട്ട്, പലപ്പോഴും വിവാഹം അങ്ങനെ ആവണത്, തെക്കോട്ടും വടക്കോട്ടും പോണിന് ഒരു കയറുമ കെട്ടിട്ടാണല്ലോ വിവാഹം. ഒരു കയറുമ കെട്ടിട്ടപ്പോഴോ നന്നായില്ല. അപ്പോഴും ഒന്ന് തെക്കോട്ടും മറ്റേത് വടക്കോട്ടും. മൂപ്പർ ഓരോരുത്തർ പോകാനുള്ള സൗകര്യത്തിനാണ് ഇത് ചെയ്തത്. പക്ഷെ കയറ് നീളണവരെയല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ തിന്ന് ഒരാൾ തെക്കോട്ട് മേഞ്ഞു പോയി, മറ്റേ ആൾ വടക്കോട്ട് മേഞ്ഞു പോയി. കയറങ്ങോട്ട് വലിഞ്ഞു മുറുകി നിന്നു.
ഇനി അപ്പുറത്ത് നന്തോളം തിന്നാണ്ട്, തെക്കോട്ട് തിന്നാണ്ട്, വടക്കോട്ടും എമ്പാടും തിന്നാണ്ട്. പക്ഷെ തെക്കേ കൈത് പറയും ജുവാണി ഇങ്ങോട്ട് പോരും, ഞാനാണ്ട് പോരൂല. അപ്പൊ വടക്കേ കൈത ജുവാണി ഇങ്ങോട്ട് പോരും, ഞാനാണ്ട് പോരൂല. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയന്നെ. ഒരു കൊടി പുല്ല് തിന്നാൻ വയ്യാതെ രണ്ടാളും വലിച്ച് വൈകുന്നേരമായി. മുതലാളി വന്നു, പട്ടിണി. രണ്ടാളോടും പറഞ്ഞു ചിലക്കാണ്ട് നടക്കി കൂട്ടിക്ക്, സമയാണ്ട് കഴിഞ്ഞുപോയി, മരിച്ചങ്ങോട്ട് പോകും. അതിൻ്റെ അടി ഒരു കുടി പുല്ലുന്നിട്ടുണ്ടാവില്ല നമ്മൾ. ആരെങ്കിലും ഒരാള് ഒരു തെക്കേ കഴുത അല്ലെങ്കിൽ ഒരു വടക്കേ കഴുത, എന്നാ ഞാൻ എൻ്റെ ഒപ്പം അങ്ങോട്ട് പോരാന്ന് പറഞ്ഞാൽ വടക്കോട്ടുള്ള മുഴുവൻ തിന്നിട്ട് രണ്ടാക്കൂടി തെക്കോട്ട് പോയി മുഴുവൻ തിന്നാ, എന്നിട്ട് പള്ളറിഞ്ഞ് കൂട്ടിന് സുഖമായിട്ട് കിടക്കായിരുന്നു. വാശി വിടണം, ബുദ്ധി ഉണ്ടെങ്കിൽ വാശി വിടണം. കുടുംബത്തിനകത്ത് വാശി പാടില്ല. തോറ്റുകൊടുത്ത് ജയിക്കുന്നവനാണ് യഥാർത്ഥ കുടുംബനാഥ. ഞാൻ വീണ്ടും പറയുന്നു, തോറ്റുകൊടുത്ത് ജയിക്കണം. കുടുംബത്തിനകത്ത് തോൽക്കാൻ പഠിക്കണം. തോൽക്കുന്നവൻ ജയിക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് കുടുംബം. ആയിക്കോട്ടെ ഞാൻ തോറ്റോ എന്ന് പറയാം, മനസ്സ് പറയാ, കീഴടങ്ങി കൊടുക്കുക, അങ്ങനെ ജയിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ജയിച്ച് മാതൃക കാണിച്ച ആളാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ജയിച്ച് മാതൃക കാണിച്ച ആളാണ്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു സംഭവം? സൈനബ ബീബി റളിയല്ലാഹു അൻഹ. ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് ജീവിച്ചാലും കുടുംബത്തിനകത്ത് പിണക്കുണ്ടാവൂലേ? നമുക്കൊരു സംശയം ഉണ്ടാവും. പിണക്കൊക്കെ ഉണ്ടാകും. സൗന്ദര്യ പിണക്കെന്ന അതിന്റെ പേരെന്നെ. അതിന്റെ പേര് തൊലാക്കൊന്നും സംഭവിക്കൂല, ഒരല്ലറ ചില്ലറക്ക. പക്ഷേ പിണക്കങ്ങൾക്കുള്ള സന്ദർഭങ്ങളെപ്പോലും ഇണക്കങ്ങളാക്കി മാറ്റിയ ഇന്ദ്രജാലപരമായ കുടുംബം നയിച്ച കുടുംബനാഥന്റെ പേരാണ് മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ സൈനബ ബീവിയുടെ വീട്ടിൽ നിന്നും പലഹാരവുമായിട്ട് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. അവിടേക്ക് പലഹാരം കൊടുത്തയച്ചു. സൈനബ ബീവി വേറൊരു ഭാര്യയാണല്ലോ, അവിടെ നിന്ന് കൊടുത്തയച്ചു. അപ്പൊ എന്റെ വീട്ടിൽ ഇന്ന് ഞാൻ റസൂലുള്ളാഹിനെ പരിചരിക്കേണ്ട അടുത്ത് നുഴഞ്ഞു കയറി സൈനബ വന്നിരിക്കണു. ഒരു പെണ്ണിന് തോന്നാവുന്നൊരു തോന്നലാണത്. ഓക്കെന്താ അന്ന് ഇവിടെ കാര്യമെന്ന്. അതുകൊണ്ട് ഈ കൊണ്ടുവന്ന പലഹാരപാത്രം ഇങ്ങനെ നീട്ടിക്കൊടുത്തപ്പോ ഒറ്റ തട്ട്. റസൂലുള്ളാഹാണല്ലോ അവിടെ ഇരിക്കണത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? സ്നേഹപൂർവ്വം പലഹാരം നീട്ടുന്ന കൈയിനെ നന്ദികേടോടെ തട്ടുകയാണെന്നുണ്ടെങ്കിൽ അന്ന് മിനിമം ഉഹദ് അല്ലെങ്കിൽ ബദ്ർ നടക്കണ്ടേ? അങ്ങനത്തെ ഒരു സാഹചര്യം, പിണക്കത്തിന്റെ ഒരു സാഹചര്യം. തട്ടിത്തെറിപ്പിച്ച് പാത്രം നിലത്ത് വീണ് പൊട്ടി, ഭക്ഷണം ചിന്നിച്ചിതറി. എന്താ പരിഹാരം? മനഃശാസ്ത്രം പറയുന്നുണ്ട്, ആളുകൾ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് രണ്ട് വിധത്തിലാണ്. ഒന്ന് കോസ് നോക്കി, രണ്ട് എഫക്റ്റ് നോക്കി. എന്താ കോസും എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? കോസ് നോക്കി പരിഹരിക്കാൻ പറഞ്ഞാൽ കാരണം നോക്കി പരിഹരിക്കുക. എഫക്റ്റ് നോക്കി പരിഹരിക്കാൻ പറഞ്ഞാൽ അനന്തരഫലം നോക്കി പരിഹരിക്കുക. ഉദാഹരണത്തിന് ഓടുപൊട്ടി, മഴ പെയ്തു, ചോർന്നരച്ചു, നിലം നനഞ്ഞു. ഓടുപൊട്ടിയത് കോസ്, കാരണം. നിലം നനഞ്ഞത് എഫക്റ്റ്, അനന്തരഫലം. നമുക്ക് കോസ് എഫക്റ്റ് നോക്കിയിട്ടും പരിഹരിക്കാം, കോസ് നോക്കിയിട്ടും പരിഹരിക്കാം. അമ്മക്ക് വന്നിട്ട് വേണമെങ്കിൽ എഫക്റ്റ് നോക്കി നിലം തുടക്കാം, പക്ഷെ പിന്നെയും മഴ ചെയ്താൽ പിന്നെയും ഉണ്ടാവും, ആവർത്തിച്ചുകൊണ്ടിരിക്കും. കോസ് നോക്കിയാലോ ഓടുമാറ്റുക, എന്നേക്കുമായി പരിഹാരമായി. ഇവിടെ സംഭവിച്ചത് എന്താണ്? അങ്ങനെ ഉണ്ടല്ലേ, അത് ശരി, ഈ പോയിന്റ് കടന്നു പറഞ്ഞോട്ടെ. എഫക്റ്റ് കോസ് നോക്കിയാൽ ഓടുമാറ്റിയൽ ശാശ്വതമായ പരിഹാരമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിഷയത്തിൽ റസൂലുള്ള എഫക്റ്റ് നോക്കിയിട്ടല്ല. എന്താ എഫക്റ്റ്? കാരണം എന്താ? കാരണം സൈനബാബിയുടെ വീട്ടിൽ നിന്ന് സാധനം കൊണ്ടുവന്നത് ആയിഷ ബീവിക്ക് ഇഷ്ടായില്ല, അതിനോടുള്ള അമർഷം, അതാണ് കാരണം. അമർഷത്തെ തുടർന്നുണ്ടായ എഫക്റ്റ് എന്താ? തട്ടിത്തെറിപ്പിച്ച് നിരത്തിട്ടു. അപ്പൊ എന്താണിത്? അന്നം, അള്ളാന്റെ റഹ്മത്ത്, അത് തട്ടല. ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ കാണിക്കല എന്നൊക്കെ ചോദിച്ച്, ഞാൻ അള്ളാന്റെ റസൂലല്ലേ, എന്റെ പുതിയാപ്പടല്ലേ, ഒരു മര്യാദയൊക്കെ വേണ്ടേ, പെരുമാറ്റത്തിലൊരു പരിശുദ്ധിയൊക്കെ വേണ്ടേ, ഇങ്ങനെ കായാ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് എഫക്റ്റിലേക്ക് നോക്കിയിട്ടല്ല ചെയ്തത്, കോസിലേക്ക് നോക്കിയിട്ട്. അത് ഇങ്ങനെ ഉണ്ടാകും, പെണ്ണുങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകും. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പെരുമാറാൻ. അതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കാണിച്ചത്? ആ ചെന്നിച്ചെതറിയ ഭക്ഷണമൊക്കെ അവിടെ കിടക്കുമ്പോൾ മെല്ലെ വന്ന് ഒരു സാധുവിനെ പോലെ അവിടെ ഇരുന്ന് ചില്ലറ തോറ്റെടുക്കലാണത്. നമ്മളൊക്കെ പുതിയാപ്പളയുടെ പൗരുഷം കാണിക്കാൻ ഉപയോഗിക്കുന്ന അവസരം അനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, ഇപ്പൊ ഇറങ്ങിക്കോ, എത്ര എന്റെ വാപ്പാന്റെ നമ്പർ അല്ലേ, ഉടനെ തന്നെ തലാക്കോ, അതിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആകും. ഒരു വാക്ക് മതി അപ്പോഴേക്ക്. അല്ലെങ്കിൽ ചിലടത്ത് അമോശം കാക്കാരുണ്ട്, ഇങ്ങോട്ട് പോരടി, ഇച്ചവിടെ നിൽക്കന്നെ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനല്ല, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും തമ്മിൽ പിണങ്ങിയ സമയത്ത് അമോശം കാക്ക പുതിയ പെണ്ണിന്റെ അമോശനാരാ? മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിണങ്ങിപ്പോയ മരുമകനെ അന്വേഷിച്ച് മുഹമ്മദ് റസൂൽ പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്വേഷിച്ച് കണ്ടെത്തി. പിണങ്ങിയിട്ട് കിടക്കുന്നതോടെ വേറെ എവിടെയും പോകാല്ല, അള്ളാന്റെ പേരിൽ പള്ളിയിൽ പോയി കിടക്കുക, അതും വെറും നിലത്ത് മണലിൽ കിടക്കുകയാണ്, കുറുമ്പുടിച്ചിട്ടേ. പോയിട്ട് വിളിക്കാണ്, യാ അബാ തുറാബ്. എന്റെ അർത്ഥം എന്താ? മണ്ണിന്റെ വാപ്പാന്നാണ്. ആ അർത്ഥം. എന്താപ്പത് ഇങ്ങനെ മണ്ണൊക്കെ അയച്ച് കിടക്കുക, നിങ്ങൾ നീച്ചാണ്, നിങ്ങൾ പോരി പെരീക്ക് പോരി. അങ്ങനെ സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയി രണ്ടാളി അണക്കുകയാണ്.
അല്ലാതെ ഫാത്തിമ ബീവിന്റെ അടുത്ത് വന്നിട്ട് അത് ശരി ജിന്റെ മോളാന്നുള്ളൊരു വിചാരം അലിക്കും വേണ്ടുണ്ടാവുക, ഓനെ തെറ്റിപ്പിക്കാം, ഓൻ പോട്ടെ, ബാപ്പാന്റെ ഒട്ടിക്ക് വേറെ പുതിയ പെണ്ണ നോക്കിത്തരാം, ഓൻ നമുക്ക് ഇനി മതി. അല്ല, ഒന്നിപ്പിക്കാ വേണ്ടത്. ആയിഷ ബീബിയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രശ്നണ്ടായ സമയത്ത് അവസാനം നമ്മളൊരു കാര്യം ചെയ്യാം, മധ്യസ്ഥം വഹിക്കാൻ വേറെ ആരെങ്കിലും വിളിക്കുക. റസൂലിന്റെ പെണ്ണുങ്ങളോട് പറയാണ്, ലോകത്തെ ഏറ്റവും വലിയ മധ്യസ്ഥൻ ആരാ? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ പെണ്ണിനെ വിട്ടെടുക്കുക, എന്നാ ഈ ആളെ കണ്ടെത്തിക്കോ. അങ്ങനെ ഉമർ ഉമർ വേണ്ട, ആയിഷ ബീവി ഉടനെ പറഞ്ഞു ഉമർ വേണ്ട. പിന്നെ പാരാ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? ആയിഷ ബീവിന്റെ ബാപ്പ, സ്വന്തം ബാപ്പാനെയാണ് മധ്യസ്ഥനായി വിളിക്കുന്നത്. എന്നാ ആയിക്കോട്ടെ, ബാപ്പാനെ വിളിച്ചോളി. ബാപ്പ വന്നിട്ട് രണ്ട് മധ്യസ്ഥം വഹിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാ ഇജ് പറയും, നിങ്ങൾ പറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്നാ ആരാ ആദ്യം വിഷയം പറയണമെന്നുള്ളവർക്ക്? അപ്പൊ ആയിഷ പറഞ്ഞു, പറയലൊക്കെ ഒരു കുറുമ്പുല പറയട്ടോ, പറയലൊക്കെ നിങ്ങൾ പറഞ്ഞോളി, പക്ഷെ ഒരു കാര്യമുണ്ട്, ഉള്ളതേ പറയാൻ പറ്റുള്ളൂ, ഉള്ളറിയതിട്ടാന്ന്. ആരോടാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിനോട് സത്യം പറയണം, കളവ് പറയരുതെന്ന് ആയിഷ ബീബി ആ ബന്ധം, അത്ര വലിയ സ്വതന്ത്ര ബന്ധം ഭാര്യക്ക് ഭർത്താവ് കൊടുത്തിരുന്നു. അതും വേണം മനസ്സിലാക്കുക. അത്ര കുസൃതിയിൽ പറയാൻ അവസരം കിട്ടിയിരുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് സിദ്ദീഖ് അള്ളാഹുവിന്റെ ഹബീബിന്റെ തോഴൻ സിദ്ദീഖ് റളിയല്ലാഹു അത് സഹിച്ചില്ല. അള്ളാഹിന്റെ റസൂലിനോട് സത്യം പറയുന്നത് പറയാൻ, നീ ആരടി? ഒരൊറ്റ അടിയന്റെ അടുത്ത് ചോരങ്ങട്ട് പൊട്ടിയൊലിച്ചു എന്നാണത്. ആ അടി കിട്ടിയിട്ട് ആയിഷ ബീവിന്റെ മുഖത്തുനിന്ന് ചോര വലിച്ചു, ഓടി രക്ഷപ്പെട്ടു. എവിടേക്കാ രക്ഷപ്പെട്ടെന്നറിയോ? പുതിയാപ്പളുടെ വേക്കിക്ക്, അഥവാ പ്രതിയുടെ വേക്കിലേക്ക് വാദി ഓടി രക്ഷപ്പെട്ടു, ജഡ്ജിയിൽ നിന്ന് രക്ഷപ്പെടാൻ. അതാ സ്നേഹബന്ധം. ബാപ്പയിൽ നിന്ന് രക്ഷപ്പെടാൻ പുതിയാപ്പളുടെ അടുത്തേക്ക് പാഞ്ഞു. ഇതെന്തൊരു കൗതുകമുള്ള കാര്യമാണ്. അത്രമേൽ ഈടുറ്റ ബന്ധം കാഴ്ചവെക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചിരുന്നു. അപ്പോ ഈ കോസ് ആൻഡ് എഫക്ട് നോക്കുമ്പോ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ താഴത്ത് വീണ ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കിയെടുത്തോണ്ടിരിക്കുമ്പോ ആയിഷ ബീവിക്ക് ബോധമുണ്ടായി, ഞാൻ ഇപ്പൊ എന്തായി ചെയ്തത്? റസൂലുള്ളാഹി കണ്ടില്ലേ അത് പെറുക്കിയെടുക്കണേ, എന്നെ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ബട്ട് ഐ ലവ് യു ആണ് അവിടെ കാണുന്നത്. സ്റ്റിൽ ഐ ലവ് യു ഇവരോടൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞത്, എന്നാലും എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പെറുക്കുമ്പോ ആയിഷ ബീവി അങ്ങോട്ട് തോറ്റു. റസൂലുള്ളാഹി തോൽപ്പിച്ചു. പിണക്കത്തിന്റെ ആ സന്ദർഭത്തെ കൂടുതൽ ഇണക്കമുണ്ടാക്കാൻ പാകത്തിനാക്കി മാറ്റി. കീഴടങ്ങി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒപ്പം വന്നിരുന്നിട്ട് കൂടെ എല്ലാം ഇങ്ങനെ സോപ്പിട്ട് കൂടിയിട്ട് ഞാനും പെറുക്കി തരാം, അങ്ങനെ പെറുക്കിടാൻ തുടങ്ങി. അങ്ങനെ ഇണങ്ങി പാകമായി മനസ്സ് ശാന്തമായി എന്ന് കണ്ടപ്പോ മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. എന്തെന്നറിയോ? അഹ്സിനി മുജാവറത നിഅമത്തില്ലാ. ആയിഷ, ഭക്ഷണം അത് അള്ളാഹുവിന്റെ അനുഗ്രഹമല്ലേ, അത് നമ്മൾ നിലത്തേക്ക് തട്ടിടാൻ പാടില്ലായിരുന്നല്ലോ. അപ്പം മാത്രം പറഞ്ഞിട്ടുള്ളൂ. എന്നാലും അപ്പൊ എന്ത് പറഞ്ഞു? എന്നാലും എന്റെ വന്ന് അങ്ങനെ തട്ടണ്ടില്ലായിരുന്നു, അത് ഇത്തിരി മോശമായിട്ടാ, എനിക്കത് ഇവിടെ ഉണ്ട്. ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ശാസ്ത്രീയമായ ബന്ധമെന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസിന്റെ ഒരു ചോദ്യം, നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ സമയം വേണം, ഇപ്പൊ തന്നെ പറയണമെന്നാണ് ഉസ്താദ് പറയുന്നത്. ഫാമിലി എന്ന വാക്കിന്റെ നിർവചനം എങ്ങനെ? FAMILY എന്നതിന് തുടക്കത്തിലൊരു നിർവചനം പറഞ്ഞിരുന്നു. ഫാമിലി എന്ന വാക്ക് നിർവചനം എങ്ങനെ നോക്കാം, ശ്രദ്ധിക്കാം. അത് നിങ്ങൾ എഴുതാൻ സമയമുണ്ടല്ലോ, പറഞ്ഞോട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞത്, അങ്ങോട്ട് പെരുമാറുന്ന പോലെ ഇങ്ങോട്ട് പെരുമാറും ആളുകൾ. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ ഭാര്യയോട് നമുക്ക് ഇങ്ങോട്ട് കിട്ടേണ്ട പെരുമാറ്റം എന്താണോ അത് അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് നേടിയെടുക്കുക. തിരിച്ച് ഭർത്താവിനോടും അങ്ങനെ തന്നെ. ഈ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കണം. ഇതിനൊക്കെ തടസ്സമാകുന്ന ഒരു കാര്യമുണ്ട്. ഇബ്ലീസ് തക്കം പാർത്ത് കഴിയാണെന്ന് പറഞ്ഞല്ലോ, വാക്ക് പിടിച്ചു കയറാൻ തക്കം പാർത്ത് കഴിയാണല്ലോ, മുഷിപ്പുണ്ടാക്കാൻ തക്കം പാർത്ത് കഴിയാണല്ലോ. അവിടെയാണ് അൽ-ലയ്യിൻ, നമ്മൾ വളരെ മൃദുലമായിട്ട് നമ്മുടെ ഇണയോട് പെരുമാറുക, വളരെ ജാഗ്രതയോടെ. ഇബ്ലീസ് എന്നെ പഴപ്പിക്കും, ഇബ്ലീസ് ഇത് കുത്തിപ്പിടിച്ച് കയറും, ഇബ്ലീസ് കുത്തിക്കണീസ് ഉണ്ടാക്കും എന്നൊക്കെ മനസ്സിലാക്കി ജാഗ്രതയോടെ നിലകൊള്ളുകയും ചെയ്യുക. അതിന്റെ ഭാഗമായി നമ്മൾ ഭാര്യ ഭർത്താവിനോ ഭർത്താവ് ഭാര്യക്കോ ഒരു ശല്യമാകാതിരിക്കുക. അടിവരട്ട് മനസ്സിലാക്കണം, ശല്യമാകാതിരിക്കുക. പറഞ്ഞതേനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സ്വൈര്യം കെടുത്തുകൊണ്ടിരിക്കുക, ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാകാതെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുക, ഭാര്യയുടെ ശാരീരിക വിഷമങ്ങളും മറ്റും മനസ്സിലാകാതെ ഒരുപാട് പണികളും മറ്റും കൊടുക്കുക. അത് അവിടെ അങ്ങോട്ടാക്കി ഇതിവിടെ അങ്ങോട്ടാക്കി, അങ്ങനെ പറഞ്ഞുകൊണ്ടും വായ വെക്കാതെ സംസാരിക്കുന്ന ഒരു സംഭവമുണ്ട് പല കുടുംബങ്ങളിലും. ആദ്യം വായ പൂട്ടാൻ വിടുക. ഔലിയസ്മുത്, പറയാനുള്ളത് നല്ലതല്ലെങ്കിൽ വായ പൂട്ടു എന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന. പലപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പണ്ടൊരു ഇത്താത്താന്റെ കഥ കേട്ടിട്ടുണ്ട്. ഇത്താത്ത അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്താത്താക്ക് വായ പൂട്ടിയ ചരിത്രമില്ല എന്നാ പറഞ്ഞത്. പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭർത്താവ് കുടുങ്ങിയിരിക്കുന്നു ഈ ഭാര്യയെ കൊണ്ട്.
എന്താണ് പറയലേ, എൻ്റെ സോക്കടം കെട്ടാണ്, എൻ്റെ സോക്കടം കെട്ടാണ്, കായില്ല, അതില്ല, ഇതില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആശുപത്രി കൊണ്ടുപോകില്ല. ഒരു ദിവസം പുതിയാപ്പിള പെരീക്ക് വന്നപ്പോൾ തള്ള പറയാൻ തുടങ്ങി പതിവ് പോലെ. എന്നാലും മനുഷ്യ അങ്ങക്ക് എന്നോടൊരു സ്നേഹമില്ലല്ലോ, എൻ്റെ ഊരവേദൻ്റെ കാര്യങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഇപ്പോഴും നിങ്ങൾ കൊണ്ടുപോയിട്ടില്ല, എന്താ നിങ്ങളിങ്ങനെ എത്രമാതിരി മനുഷ്യന്മാർ ആൾക്കാർ ആശുപത്രി കൊണ്ടുപോകണം, നിങ്ങൾ എന്താ എന്നെ കൊണ്ടാകാത്തത്, സറോ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ പുതിയാപ്പിള പറഞ്ഞു, ഇജൊന്ന് മിണ്ടാണ്ടിരിക്കിൻ്റെ സൈനബ, ഞാൻ വണ്ടി അയച്ച് എന്നെ കൊണ്ടുപോകാനോ വന്നിട്ട് ഇജൊന്ന് പോയി കയറ്. അപ്പോൾ വണ്ടി കയറണ നിങ്ങളിപ്പോൾ കാറൊക്കെ കൊടുക്കുന്നുണ്ടാവോ, ഇന്നോട് സ്നേഹം കൊണ്ടെന്നല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ല, എനിക്കറിയാം എന്നിട്ടാണ് കയറുന്നത്. അങ്ങനെ കയറിയതിൻ്റെ ശേഷം ആശുപത്രിയിൽ എത്തോളം വർത്താനം ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആശുപത്രിയിലെത്തി, ഡോക്ടർ ഡോറ് തുറന്നെടുത്തു. ഡോക്ടർ അടുത്താണ് കയറിയിരുന്നപ്പോൾ തള്ള തുടങ്ങിയില്ല വർത്താനത്തോട് വർത്താനം. ഡോക്ടർ ആകെ കുടുങ്ങിപ്പോയി. ഡോക്ടറെ നിങ്ങൾക്കറിയോ, എൻ്റെ ഊരവേദന തുടങ്ങിയിട്ട് 5 കൊല്ലമായി, ഇതുവരെ ഈ മനുഷ്യൻ ഇങ്ങോട്ട് കൊണ്ടുവരില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾക്കറിയോ എനിക്കിപ്പോൾ തലവേദനയും തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ പറയാം. ഡോക്ടർ വേർത്ത് പോയി, തള്ള വായ പൂട്ടണ്ടേ, ഇതിനോട് അങ്ങോട്ട് ചോദിക്കണ്ടേ, നിങ്ങൾ എന്തിനാ വന്നിക്കണമെന്ന് ചോദിക്കണ്ടേ, പാള്ള നിർത്തണില്ല. അവസാനം ഡോക്ടർ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചു. ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊന്ന് വായ തുറന്നു പിടിച്ചേ എന്നറിഞ്ഞു. അപ്പോൾ തൊള്ള വായ തുറന്നു പിടിച്ചപ്പോൾ തെർമോമീറ്റർ എടുത്തിട്ട് അങ്ങോട്ട് തിരികെ കൊടുത്ത് എന്നിട്ട് കൂട്ടിപ്പിടിക്കാൻ പറഞ്ഞു. നിങ്ങൾ വായ അടച്ചു പിടിച്ചേന്ന് പറഞ്ഞു. വായ അടച്ചു പിടിച്ച്. ഹായ്, തള്ളക്കൊന്നും മിണ്ടാൻ വയ്യ. രംഗം ശാന്തമായി, ഒച്ചപ്പാടൊന്നുമില്ല. ഭർത്താവ് കോന്തിന് വല്ലാത്ത അത്ഭുതം, ഇന്റെ പെണ്ണുങ്ങളെ തൊള്ള പൂടി എന്നുള്ള നിലക്ക് മൂപ്പരിങ്ങനെ നോക്കുകയാണ്. മൂപ്പരെന്നിട്ട് എന്തേ കാട്ടിന്നറിയോ, മെല്ലെ ഡോക്ടറെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങിയിരുന്നിട്ട് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ ഈ കൊള്ളിക്ക് എന്താ വില ആണ്? ഈ ജാതിയിൽ ഒരു കൊള്ളി പെരയിലുണ്ടെന്നുണ്ടെങ്കിൽ ഇവള് ഉണ്ടാതിരുന്നോളൂ എന്നാണ് ആ സാധു വിചാരിച്ചിട്ടുള്ളത്. ഇങ്ങനെ ശല്യമാകുന്ന വിധത്തിൽ പെരുമാറ്റം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സമയം കുറവാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പാടില്ല. വളരെ ശാന്തമായിട്ടും ആദരിച്ചിട്ടും. എന്താ കുടുംബത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, ഒമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. എന്തിനാ ഞാൻ നിങ്ങൾക്ക് ഇണകളെ തന്നത്? ശല്യമാവാനല്ല, ശാന്തിയാവാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പെരീക്കാണ്ട് പോകാമല്ലോ, അതൊരു ശാന്തിയാണ്. ഒക്കെ കഴിഞ്ഞിട്ട് മൂപ്പരങ്ങിട്ട് വരുമല്ലോ, കാത്തിരിക്കാനൊരു മോഹം, ചെന്നണയാനൊരു മോഹം, ശാന്തി. അങ്ങനെ വീട്ടിൽ ഒരു ഇണയും തുണയുമാകുന്ന അവസ്ഥ ഉണ്ടാകണം. അതിനാണ് അള്ളാഹു നമുക്ക് ഇണകൾ ഉണ്ടാക്കി തന്നത്. അതിനെ വലിയ ദൃഷ്ടാന്തമായിട്ടാണ് അള്ളാഹു കണക്കാക്കുന്നത്. പക്ഷേ എത്ര ശല്യമായിട്ടും എത്ര പൊറുതിയെടുത്തും ജീവിച്ച് അവസാനം മരിച്ചു പോയാണ്ട് പെണ്ണിനായാലും ആണിനായാലും ഒരു കണ്ണീരേൽപ്പിച്ചല് ഒരു കാര്യമില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇപ്പൊ കണ്ണീരേൽപ്പിക്കുക, ബന്ധത്തിന്റെ പേരിൽ പറ്റുമെങ്കിൽ ഇപ്പൊ സ്നേഹം പ്രകടിപ്പിക്കുക. അല്ലാതെ അന്ന് എന്തോരം നല്ല ആളായിരുന്നു നാട്ടുകാർ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിപ്പിച്ച് ഇടങ്ങാറാക്കി കഷ്ടപ്പെടുത്തി കബർക്ക് പറഞ്ഞയച്ചാ പിന്നെ സ്വർഗം കിട്ടൂല, ആണിനും കിട്ടൂല, പെണ്ണിനും കിട്ടൂല. ബാധ്യതയാണ്, അമാനത്താണ്. സന്തോഷിപ്പിക്ക്, സ്നേഹം കൊടുക്ക്, അതിനെ നന്നായി പ്രകടിപ്പിക്കാനുള്ള സമയമില്ല. 5 മണിയല്ലേ നോക്കണേ, 57. നല്ല രീതിയിൽ അത് പ്രകടിപ്പിക്കാൻ നമ്മൾ പഠിക്കണം. ഇനി കൂടുതൽ പറഞ്ഞ അടുത്ത പോയിന്റിലേക്ക് കടന്ന് 5 മണി ക്രോസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇനി അവസാനിപ്പിക്കാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല ഇണയെ തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതോടൊപ്പം നല്ല ഇണയായി നമ്മളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിൽ നീ ഈമാൻ നിറച്ചു തരണേ അല്ലാഹുവേ, എങ്ങനെയാണ് നന്നായി ജീവിക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു താ അല്ലാഹ്. എങ്ങനെയാണ് മാന്യമായ പെരുമാറ്റം, സന്ദർഭോചിതമായ പെരുമാറ്റം, ശാന്തിയും സമാധാനവും ഐശ്വര്യവും ദീനും വീട്ടിലുണ്ടാകുന്ന തരത്തിലുള്ള പെരുമാറ്റം അത് ഞങ്ങൾക്ക് നീ പഠിപ്പിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരോടും മക്കളോടും ഭർത്താവിനോടുമുള്ള കടമകൾ നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ വിവേകം നൽകണേ അല്ലാഹ്, കഴിവ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാക്കണേ അല്ലാഹ്. ഞങ്ങളെ മഹല്ലിനെയും പരിസര മഹല്ലുകളെയും നീ ശാന്തിയുടെ സ്ഥലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഏറ്റവും ഉത്തമനായ ആൾ, മാതൃകാ സമ്പന്നനായ ആൾ എന്ന് പറയപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ ഉയർത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലം ഇസ്സത്തോടെ ജീവിച്ച് ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന നേരം ഈമാനോടെ ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. എല്ലാത്തിലും ഉപരി